ഹരേ കൃഷ്ണ. ഓം നമോ ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന ശ്രീഗുരുവേ നമഃ. ഓം വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമിനിധി നാമിനേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിദീർഷദന്തമോന്തം സംസാരിണാം കരുണയാക പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അതോടൊപ്പം ഇന്നത്തെ ഭാഗവതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഹാപ്പി നിർജ്ജല ഏകാദശി. എല്ലാവർക്കും സമാധാനമായി സന്തോഷമായും ഏകാദശി നടത്തിക്കൊണ്ടുപോകാനുള്ള ഭാഗ്യം ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണൻ. നമ്മൾ ഇന്ന് എടുക്കുന്നത് പ്രഥമസ്കന്ധത്തിലെ 9-ാം അധ്യായത്തിലെ 28-ാമത്തെ ശ്ലോകമാണെന്ന് തോന്നുന്നു. ശ്ലോകത്തിലെ നമുക്കൊന്ന് വായിക്കാം ശ്ലോകം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ധർമാർത്ഥകാമമോക്ഷാംശ്ച സഹോപായൻ യഥാ മുനേ നാനാഖ്യാനേതിഹാസേഷു വർണ്ണയാമാസ തത്വവേദ്. ധർമാർത്ഥകാമമോക്ഷാംശ്ച സഹോപായൻ യഥാ മുനേ നാനാഖ്യാനേതിഹാസേഷു വർണ്ണയാമാസ തത്വവേദ്. ധർമാർത്ഥകാമമോക്ഷാംശ്ച സഹോപായൻ യഥാ മുനേ നാനാഖ്യാനേതിഹാസേഷു വർണ്ണയാമാസ തത്വവിദ്. ധർമ്മ അർത്ഥ കാമ മോക്ഷാത് ച സഹ ഉപായാൻ യഥാ മുനേഃ നാനാ ആഖ്യാന ഇതിഹാസേഷു വർണ്ണയാം ആസ
തത്വവിത്. ഹരേ കൃഷ്ണ. ശ്ലോകം ആരാ വായിക്കുക? വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. കൃഷ്ണ വായിച്ചോളൂ. ധർമാർത്ഥകാമ മോക്ഷാം ച സഹോപായാൻ യഥാ മുനെ നാനാഖ്യാനേതിഹാസേഷു വർണ്ണയാമാസ തത്വവിത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. നമുക്ക് അതിന്റെ വിവർത്തനം കൂടി വായിക്കാം. ട്രാൻസ്ലേഷൻ പർപ്പട്ട് ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരുദേവ് കി ജയ്, പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. വിവർത്തനം. പരമാർത്ഥത്തെ സംബന്ധിച്ച് നല്ലവണ്ണം പരിചിതനായിരുന്നതിനാൽ അദ്ദേഹം ഇതിഹാസങ്ങളിൽ നിന്നും ദൃഷ്ടാന്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വ്യത്യസ്ത വർണ്ണാശ്രമ ധർമ്മങ്ങളുടെ ഉദ്യോഗ സംബന്ധമായ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചു. ഇവയൊക്കെ അദ്ദേഹത്തിന് സ്വന്തം ജീവിതത്തിൽ നിന്നും ശരിക്കും ബോധ്യപ്പെട്ട സത്യങ്ങളായിരുന്നു. ഭാവാർത്ഥം. പുരാണങ്ങൾ, മഹാഭാരതം, രാമായണം എന്നീ വേദസാഹിത്യങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന സംഭവങ്ങൾ കാലക്രമമനുസരിച്ചുള്ള വിന്യാസത്തിലല്ലെങ്കിൽ തന്നെയും പണ്ടെങ്ങോ നടന്ന യഥാർത്ഥമായ ഐതിഹാസിക ആഖ്യാനങ്ങളാകുന്നു. സാമാന്യ ജനങ്ങൾക്ക് പ്രബോധനം നൽകുന്നവയാകയാൽ കാലക്രമമനുസരിച്ചുള്ള പരാമർശങ്ങളില്ലാതെ തന്നെ അവയെ അനുരൂപങ്ങളാക്കിയിരിക്കുന്നു. അതിനു പുറമെ അവ വിവിധ ഗ്രഹങ്ങളിൽ മാത്രമല്ല വ്യത്യസ്ത പ്രപഞ്ചങ്ങളിൽ സംഭവിച്ചവയുമാകുന്നു. അപ്രകാരം ആഖ്യാനങ്ങളുടെ വിവരണങ്ങൾ പലപ്പോഴും ത്രിമാനങ്ങളിൽ നിർണയിക്കുന്നു. നമ്മുടെ പരിമിതമായ ഗ്രഹത്തിനുപരിയായി അവ ക്രമാനുഗതമല്ലെങ്കിൽ തന്നെയും അത്തരം സംഭവങ്ങളുടെ പ്രബോധന ശിക്ഷണങ്ങളിൽ മാത്രമേ നാം താല്പര്യപ്പെടേണ്ടതുള്ളൂ. മഹാരാജാവ് യുധിഷ്ഠിരൻ അദ്ദേഹത്തിന്റെ വ്യത്യസ്ത ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആരായുന്നതിനനുസരിച്ച് ഭീഷ്മദേവൻ അത്തരം ആഖ്യാനങ്ങളെ വിശദീകരിച്ചു നൽകി. ഓം ശ്രീ ഗുരുദേവ് കി ജയ്. വന്ദേഹം ശ്രീ ഗുരോ ശ്രീയുതപദകമലം ശ്രീ ഗുരുൻ വൈഷ്ണവംശ ശ്രീരൂപം സാക്തജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സദ്വേദം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സഹഗണലളിതാ ശ്രീ വിശാഖ. ഗുരുദേവ് കി ജയ്, പ്രഭുപാദ് കി ജയ്, അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്. ഹരേ കൃഷ്ണ. നമ്മളപ്പോഴേ ഈ ശ്ലോകത്തിലെ ഇപ്പം ഭീഷ്മദേവനെ കുറിച്ച് ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾ എല്ലാവരും കേട്ട് കഴിഞ്ഞു. അങ്ങനെ ഭീഷ്മദേവൻ ആരായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ പ്രത്യേകതകളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും അത് കേട്ട് എല്ലാവർക്കും മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പം അദ്ദേഹം ആരായിരുന്നു എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് അദ്ദേഹം ശരശയ്യയിലായത് എന്ന് നമുക്കറിയാം. ആ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മദേവരെ കാണുന്നതിനാണ് ഇവരെല്ലാവരും എന്ന് വെച്ചാൽ ഭഗവാൻ ഉൾപ്പെടെയുള്ള പാണ്ഡവരും ഋഷിമാരും എല്ലാം അവിടേക്ക് എത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ അവിടെ വെച്ച് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നും നമ്മൾ കേട്ടു കഴിഞ്ഞു. അപ്പം ഭീഷ്മദേവന്റെ ശരശയ്യയ്ക്കടുത്തേക്ക് പാണ്ഡവരും ശ്രീകൃഷ്ണനും അവരുടെ ഫാമിലിയിൽപ്പെട്ട എല്ലാവരും അതുപോലെ മഹർഷിമാരെല്ലാവരും എത്തിച്ചേർന്നു എന്ന് നമ്മൾ കണ്ടു. ആ കൂട്ടത്തിൽ ദേവർഷിമാരുണ്ടായിരുന്നു, രാജർഷിമാരുണ്ടായിരുന്നു, വിപ്രഷിമാരുണ്ടായിരുന്നു, രാജാക്കന്മാരുണ്ടായിരുന്നു. അവരെല്ലാവരും അവിടേക്ക് എത്തിച്ചേർന്നു. അപ്പൊ അങ്ങനെ സ്ഥലകാലങ്ങൾക്കനുസരിച്ചുള്ള ധർമാനുഷ്ഠാന മുറകളാൽ അദ്ദേഹം അവരെ സ്വീകരിച്ചു എന്ന് നമ്മൾ കണ്ടു. അപ്പൊ എങ്ങനെയാണ് ഓരോ അവസരമനുസരിച്ച്, സ്ഥലത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ച്, അതുപോലെ ആ പ്രത്യേക ചുറ്റുപാടിനനുസരിച്ച് അപ്പൊ നമ്മൾ ഒരാളെ സ്വീകരിക്കേണ്ട രീതിയാണ് ഇവിടെ പറയുന്നത്. ഇനിയും പാണ്ഡവരെ കണ്ട് അദ്ദേഹം വികാരാധീനനായി മാറി. പക്ഷെ കണ്ടപ്പോൾ അവരെ വളരെ സന്തോഷത്തോടുകൂടി അനുമോദിച്ചതും നമ്മൾ കണ്ടു. അപ്പം ആ കണ്ടപ്പോൾ തന്നെ അവരനുഭവിക്കേണ്ട കൊടിയ ദുരിതങ്ങളെ കുറിച്ച് അദ്ദേഹം ശ്ലാഘിച്ച് സംസാരിക്കുകയും ചെയ്തു. അതെല്ലാം നമ്മളെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ കേട്ടതാണ് അല്ലെ. അതുപോലെ കുന്തിയുടെ കാര്യം പ്രത്യേകിച്ചെടുത്തു പറഞ്ഞു. അവരനുഭവിക്കേണ്ട കഷ്ടതകളെ കുറിച്ചും അതും കേട്ട് കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം പറഞ്ഞിട്ട് ആ കൊടിയ ദുരിതങ്ങളെ കുറിച്ച് എല്ലാം ശ്ലാഘിച്ചതിന് ശേഷം പറയുന്നു, സർവം കാലകൃതം മന്യേ. ഇത് ആരുടെയും കുഴപ്പമല്ല. സർവം കാലകൃതം മന്യേ. എല്ലാം കാലത്തിന്റെ ഒരു കളിയാണ്. അഭവതാം ചേത പ്രിയം. അത് എല്ലാം നടന്നു തന്നെ പോകും. അതിനെക്കുറിച്ച്
ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം എന്താ, ഇതെല്ലാം വന്നു ഭവിക്കണമെന്നുണ്ട്, അത് വന്നു ഭവിച്ചു. പക്ഷേ നമ്മൾക്ക് നമ്മുടേതായ രീതിയിൽ ചിന്തിക്കുമ്പോൾ അതിനെ എങ്ങനെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് നമ്മുടെ ബുദ്ധി എപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന് പല രീതിയിലുള്ള ഉപായങ്ങൾ നമ്മൾക്ക് നമ്മുടെ ബുദ്ധി പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ കാലത്തിന്റെ നിയന്ത്രണത്തിലാണ് എല്ലാം നടക്കുന്നതെന്നും സർവവിധത്തിലും സമർത്ഥരായ പാണ്ഡവന്മാരുണ്ടായിട്ടും അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവർക്ക് സഹായിയായി എപ്പോഴും ഉണ്ടായിട്ടും വിപത്തുകൾ ഉണ്ടായത് കാലത്തിന്റെ സ്വാധീനം കൊണ്ടല്ലേ എന്നാണ് ഇവിടെ ഭീഷ്മരെ ശ്ലാഘിച്ച് പറയുന്നത്. അപ്പം തസ്മാദിതം ദൈവതന്ത്രം എന്ന് പറഞ്ഞു കൊടുത്തു അല്ലെ. വ്യവസ്യ വരദർഷഭ, സംഭവിച്ചതൊക്കെ ഭഗവാന്റെ പദ്ധതിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമായിരുന്നില്ല എന്ന് പറയുകയാണ്. യമ്മന്യസേ മാതുലേയം, അതുപോലെ പ്രിയം മിത്രം സുഹൃത്തമം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന ആ സുഹൃത്തെന്നും അഭ്യുതകാംക്ഷിയെന്നും ഉപദേഷ്ടാവെന്നും ബന്ധുവെന്നും ഒക്കെ നിങ്ങൾ കരുതുന്ന ആ വ്യക്തി, ഈ നിൽക്കുന്ന വ്യക്തി കാണിച്ചു കൊടുത്തിട്ട് പറയാണ് ഇത് സാക്ഷാൽ നാരായണനാണ്, അഥവാ കൃഷ്ണനാണ്. അജ്ഞത കൊണ്ടാണ് നിങ്ങൾ സഹോദരനെന്നോ കൂട്ടുകാരനെന്നോ സുഹൃത്തെന്നോ എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മുടെ അജ്ഞതയിൽപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പം പരമാത്മാവായി ഹൃദയത്തിൽ നിരപേക്ഷനും പരിപൂർണനും കൈവല്യനുമായി നിൽക്കുന്ന ആ ഭഗവാനെയാണ് നമ്മളിവിടെ കാണുന്നത്. നിരപേക്ഷനാണ്, കൈവല്യനാണ്, പരിപൂർണനാണ്. അതുപോലെ ഭഗവാന്റെ അചഞ്ചല ഭക്തനാണ് ഭീഷ്മർ അവിടെ കിടക്കുന്നത്. അപ്പം ഭൗതിക ശരീരം ഉപേക്ഷിക്കുന്ന വേളയിൽ ഭഗവത് സാന്നിധ്യം കിട്ടത്തക്ക രീതിയിൽ ഭാഗ്യവാനായ വ്യക്തിയാണ് ഭീഷ്മരെന്നും പറയുന്നു. അപ്പം സദേവദേവോ ഭഗവൻ പ്രതീക്ഷതാം കളേവരം യാവതിദം ഹിനോമ്യഹം അല്ലെ. പ്രസന്ന ഹാസാരുണ ലോചനോല്ലസൽ ആ മുഖാംബുജ ധ്യാനപദശ്ചതുർഭുജ. നേരത്തെ നിങ്ങൾ പഠിച്ച ശ്ലോകമാണത്. അപ്പൊ മനോഹരമായി അലങ്കരിച്ച വദനത്തോടു കൂടിയവൻ, ചതുർഭുജൻ, ഉദയസൂര്യനെ പോലുള്ള നിൽക്കുന്ന മുഖത്തോടു കൂടിയവൻ, അങ്ങനെയുള്ള സൗമ്യൻ, മന്ദഹാസത്തോട് നിൽക്കുന്നു. അങ്ങനെയുള്ള ആ ഭഗവാനോട് പറയുകയാണ്, അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് എന്റെ ഈ ശരീരം ഉപേക്ഷിക്കുന്നത് വരെ എന്റെ മുന്നിൽ ഒന്ന് നിൽക്കണമേ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്താണ് യുധിഷ്ഠിരനെ ഉപദേശം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ കൃഷ്ണൻ പറയുന്നു. അങ്ങനെ ഉപദേശം കൊടുക്കുന്നു. അതൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. അപ്പം ഇന്നലത്തെ ക്ലാസ്സിലെ ശ്രീധർമ്മം, ദാനധർമ്മം, ഭഗവത് ധർമ്മം, അങ്ങനെയുള്ള എല്ലാ ധർമ്മങ്ങളെ കുറിച്ചും, വർണ്ണാശ്രമധർമ്മം, വൈരാഗ്യം, പിന്നെ ദാനധർമ്മം, രാജധർമ്മം, മോക്ഷധർമ്മം, സ്ത്രീധർമ്മം, ഭഗവത് ധർമ്മം, ഇത്രയും പറഞ്ഞിട്ട് അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഭഗവത് ധർമ്മമാണ് എന്നെടുത്ത് പറയുകയും ചെയ്തു. അപ്പം യഥാർത്ഥത്തിൽ സംസ്കാര സമ്പന്നരാകേണ്ടത് അപ്പൊ ഈ ധർമ്മങ്ങളെല്ലാം പ്രാപിക്കുന്നവർക്ക് ചെയ്യാൻ കഴിയുന്നവർക്ക് എല്ലാം അത് എന്താണ്, ഭഗവത് ധർമ്മത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്നു. അപ്പം ഭഗവത് ധർമ്മമാണ് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞു തന്നു. അപ്പം ഭഗവാന്റെ ശാശ്വത സേവകരാണ് നമ്മളെല്ലാവരും. നമ്മൾ അത് വിസ്മരിക്കാതിരിക്കണമെന്നും, അതുകൊണ്ട് നമ്മളെ ഭവനത്തിലെ വിഗ്രഹാരാധന, ഭക്തിയുത സേവനം, ഭാഗവത ശ്രവണം, പുണ്യസ്ഥലവാസം, ഭഗവത് നാമജപം ഇതെല്ലാം നമ്മളെ അഹൈതുകി അപ്രതിഹതയായി ചെയ്യണമെന്നും പറഞ്ഞു തന്നു. അപ്പം ഇങ്ങനെ ഇതിനെല്ലാം പറഞ്ഞിട്ട് നമ്മളിപ്പം അടുത്തതിലേക്ക് പറയുകയാണ്. ഇനിയും എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തത് എന്നുള്ളതിനെ കുറിച്ചൊരു ഒരു ചെറിയ ശ്ലോകം. ഇത് കണ്ടാൽ നമുക്ക് ചെറുതാൻ തോന്നും, പക്ഷേ വളരെയധികം കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ആർക്കെങ്കിലും പറയാമോ എന്തൊക്കെയാണ് ഡിവോഷണൽ സർവീസിന്റെ ലിംസ് എന്തൊക്കെയാണ് എന്ന്? ആർക്കെങ്കിലും അറിയാമോ? 5 എണ്ണം ഉണ്ടല്ലോ, 5 ലിംസ് ഓഫ് ഡിവോഷണൽ സർവീസ്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അത്? ഹരേ കൃഷ്ണ. ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയാൽ നിങ്ങളുടെ ഒരു ഇത് വേണമല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. നിങ്ങളൂടി ഇത് വേണമല്ലോ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തൊക്കെയാ? സാധുസംഘം ഉണ്ടായിരിക്കണം, നാമസങ്കീർത്തനം എപ്പോഴും ഉണ്ടാകണം, ഭാഗവത ശ്രവണം ഉണ്ടാകണം, പിന്നെ മധുരാവാസം വേണം, ദൈത്യയെ ശ്രദ്ധയോടെ സേവിക്കണം. ഇതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അല്ലെ? ആർക്കെങ്കിലും അറിയാത്തവരുണ്ടോ? ഇത്രയും കാര്യങ്ങള് എല്ലാവർക്കും അറിയാം. അതിലെ മധുരാവാസം മാത്രം അല്പം ഡൗട്ട് ചിലർക്ക് ഉണ്ടായേക്കാം. മധുരാവാസം എന്ന് പറഞ്ഞാൽ എന്താണ്? മധുരാവാസം എന്ന് പറയുന്നത് നമ്മൾ മധുരയിൽ പോയി വസിക്കണമെന്നുള്ള അല്ല. നമ്മളെ മധുരാവാസം എന്ന് പറയുമ്പോഴേ നമ്മൾ ഇത്രയും സാധുസംഘവും നാമസങ്കീർത്തനവും ഭാഗവത ശ്രവണവും ഒക്കെ ചെയ്യുന്ന നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ കിട്ടുന്ന
പുണ്യസ്ഥലങ്ങളിൽ പോയി അവിടുന്ന് ഉപദേശങ്ങൾ നേടുക. ഇനി അതിനും കഴിയാതെ വരുന്നവർക്കാണെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഗ്രഹത്തെ ആ പുണ്യസ്ഥലമാക്കി മാറ്റുക, പുണ്യസ്ഥലം പോലെ ആക്കി മാറ്റുക. നമ്മുടെ മനസ്സിനെയും അത് ആ പുണ്യസ്ഥലത്തിന് ശ്രവിക്കുന്ന കാര്യങ്ങൾ ശ്രവിക്കത്തക്ക രീതിയിലാക്കി മാറ്റുക. അതാണ് മധുരാവാസം എന്ന് പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഭഗവാൻ സറണ്ടർ ചെയ്യാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകണം. അതുപോലെ ഡിവോഷണൽ സർവീസിന് അനുകൂലമായ സാഹചര്യങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അൺഫേവറബിൾ ആയിട്ടുള്ളതിനെ നമ്മൾ ഉപേക്ഷിക്കണം, ഫേവറബിൾ ആയിട്ടുള്ളതിനെ നമ്മൾ സ്വീകരിക്കണം. കൃഷ്ണൻ പ്രൊട്ടക്ഷൻ തരും എന്നുള്ള ഏത് കൊടിയ വനത്തിലായാലും ശരി ഭഗവാന്റെ പ്രൊട്ടക്ഷൻ നമുക്കുണ്ടാകും എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാകണം. അതുപോലെ നമ്മൾ ഫുൾ സറണ്ടർ ഉണ്ടാകണം, ഹ്യൂമിലിറ്റി നമ്മളിൽ ഉണ്ടാകണം. വിശ്വാസോ ഗുരുവാക്യേഷു, ഗുരുവിന്റെ വാക്കുകളിൽ പ്രധാനമായ വിശ്വാസവും ഉണ്ടാകണം. കൃഷ്ണനിൽ ആത്മസമർപ്പണം ചെയ്യണം. ആത്മസമർപ്പണം ചെയ്യുമ്പോൾ ഭഗവാൻ നമ്മളെ സ്വയം വിശ്വസ്ത സേവകരാക്കി മാറ്റും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ അവിടെ അത് ഡിവോഷണൽ സർവീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് എന്തൊക്കെയാണ് ചോദിച്ചത് എന്ന് നമുക്ക് പ്രധാനമായിട്ട് ഒരുപാട് കാര്യങ്ങൾ, രാജ്യം ഭരിക്കേണ്ട രീതി, ജനങ്ങളെ നോക്കേണ്ട രീതി, ഒരു രാജാവ് എങ്ങനെയായിരിക്കണം, ഇങ്ങനെയുള്ള സർവ്വ കാര്യങ്ങളും യുധിഷ്ഠിര മഹാരാജാവ് ചോദിച്ചു. ഭഗവാൻ വളരെയധികം ഇഷ്ടമായിരുന്നു. അദ്ദേഹം പോകുന്നതിന് മുമ്പേ അദ്ദേഹത്തിന് അറിവില്ലാത്ത ഒരു കാര്യവുമില്ല. അങ്ങനെയുള്ള ആ അറിവെല്ലാം ഒന്ന് പകർത്തിയിട്ട് പോകണം, ഇങ്ങോട്ട് പകർന്നെടുത്ത് കൊടുക്കണം എന്നുള്ളത്. അതനുസരിച്ചാണ് ഒരു സ്വന്തം ഭക്തനെ തന്നെയാണ് ഭക്തന്റെ അടുത്തേക്ക് വിട്ടത്, അല്ലെ? അപ്പൊ അവിടെ ചെന്നിട്ട് ആ ഭക്തനിലുള്ള എല്ലാ കാര്യങ്ങളെയും ഇങ്ങ് ചോദിച്ചറിഞ്ഞു. അപ്പൊ നമ്മള് എന്താണ് വിഷ്ണു സഹസ്രനാമത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, കിമേകം ദൈവതം ലോകി കിം വാപ്യേകം പരായണം സ്തുവന്തകം കമർച്ചന്ത പ്രാപ്തിയോർമാനവാശുഭം ഖോധർമ്മധർമ്മ സർവധർമാണ ഭവത പരമോ മമ കിം ജപൻ മുച്ചതേ ജന്തുർജന്മ സംസാര ബന്ധന എന്ന് പറഞ്ഞാല് നമ്മള് എന്താണ്, ഏത് ദൈവത്തെയാണ് നമ്മൾ സ്മരിക്കേണ്ടതെന്ന് അവിടെ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. എന്താണ് പാരായണം ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഇനിയും മനുഷ്യന് പൂർണ്ണതയിലെത്താൻ എന്തൊക്കെ വേണം എന്ന് ചോദിച്ചു. ഇനി സർവധർമ്മങ്ങളെയും എങ്ങനെയാണ് ആ ധർമ്മങ്ങളെയൊക്കെ കാണേണ്ടതെന്ന് ചോദിച്ചു. എങ്ങനെയാണ് ആ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടതെന്ന് ചോദിച്ചു. ഇനി എന്ത് ജപിക്കണം, ആരെ ആരാധിക്കണം, ആരെ ആരാധിച്ചാലാണ് നമുക്ക് പൂർണ്ണതയിലെത്താൻ കഴിയുക എന്ന് ചോദിച്ചു. അപ്പോഴേ ഭീഷ്മദേവൻ പറഞ്ഞു കൊടുക്കണം. ഭഗവാനാണ് ചോദിപ്പിക്കുന്നത്, ഭീഷ്മദേവരാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. എന്തുകൊണ്ട്? തന്റെ ഭക്തന്റെ മഹിമയെ ഉയർത്തി ഈ ലോകത്തിന് കാട്ടുന്നതിന് വേണ്ടി ഭഗവാന്റെ ഒരു ചെറിയ ട്രിക്ക്, അത്രയേ ഉള്ളൂ. അപ്പം ഭീഷ്മദേവൻ എന്ത് പറഞ്ഞു കൊടുത്തു? ജഗത്പ്രഭും. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും അത് ബൈഹാർട്ട് അറിയാമോ? അറിയാമെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ലതാണ്. ഹരേ കൃഷ്ണ. ജഗത്പ്രഭും ദേവദേവമനന്തം പുരുഷോത്തമം സ്തുവന്നാമ സഹസ്രേണ പുരുഷ സതതോത്തിതഃ തമേവ ചാതയൻ നിത്യം ഭക്ത്യാ പുരുഷമവ്യയം ധ്യായൻ സ്തുവൻ നമസ്യംശ്ച യജമാനസ്തമേവ ച. അപ്പം അങ്ങനെ എന്താണ്? ദേവദേവം അനന്തം പുരുഷോത്തമനായിരിക്കുന്ന ഭഗവാനെ തന്നെ നമ്മൾ സ്തുതിക്കണം. അതാരാണോ നമ്മുടെ എന്റെ മുന്നിൽ നിൽക്കുന്നത്, ആ നിൽക്കുന്ന ഭഗവാനെ തന്നെ സ്തുതിക്കണം. എങ്ങനെ? നാമസഹസ്രേണ. നമ്മൾ 16 പ്രാവശ്യം ജപിക്കാൻ വലിയ പാടുപെട്ടുകയാണ്. 64 പ്രാവശ്യം ജപിക്കേണ്ടതാ. എന്നാലും 16 പ്രാവശ്യം ജപിക്കാൻ നമ്മൾ എത്ര ബുദ്ധിമുട്ടുന്നു. സ്തുവൻ നാമസഹസ്രേണ പുരുഷ സമതോത്തിത. പിന്നെയോ അത് എങ്ങനെയായിരിക്കണം? ഭക്ത്യാ പുരുഷമവ്യയം, യാതൊരവ്യയം കൂടാതെ ഭക്തിയോടുകൂടി ജപിക്കണം. പിന്നെയോ അനാദിനിധനം വിഷ്ണു സർവലോകമഹേശ്വരം, ആ സർവലോക മഹേശ്വരനായിരിക്കുന്ന അന്ത്യവും ആദിയുമില്ലാത്ത ആ ഭഗവാനെ തന്നെയാണ്, ആ ലോകാധ്യക്ഷനായിരിക്കുന്ന ഭഗവാനെയാണ്, അല്ലെങ്കിൽ ലോകത്തെ നടത്തിക്കൊണ്ടുപോകുന്ന ആരിൽ നിന്നാണോ ഈ പ്രപഞ്ചം വന്നത്, ആരാണോ ഇതിനെ നടത്തിക്കൊണ്ടുപോകുന്നത്, ആരാണോ ഇതിനെ തിരിച്ചു വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ തന്നെ വിളിക്കണം. ദേവദേവമനന്തമായിരിക്കുന്ന ആ ഭഗവാനെ തന്നെ വിളിക്കണം. പിന്നെ അതിനെക്കുറിച്ച് അങ്ങോട്ട് വിശദീകരിച്ച് പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെ
ആ ഭഗവാനെ തന്നെ വിളിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇനി ആ ഭഗവാനെ കുറിച്ച് എങ്ങനെ അറിയാം, എങ്ങനെയാണ് അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ ഈ ശ്ലോകത്തിലെ വാക്കുകളുടെ അർത്ഥം ഞാൻ വായിച്ചില്ല. ധർമ്മം എന്ന് പറഞ്ഞാൽ ഉദ്യോഗ സംബന്ധമായ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ്, അർത്ഥം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പുരോഗതി, കാമ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം, മോക്ഷാദ് എന്ന് പറഞ്ഞാൽ പരമമായ മുക്തിയിലേക്ക് എന്നുള്ള അർത്ഥം, ച എന്ന് പറഞ്ഞാൽ സഹ സമേതനായി, ഉപായാൻ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നു, യഥാ എന്ന് പറഞ്ഞാൽ അതേ രീതിയിൽ, മുനെ അല്ലയോ മുനി, നാനാ എന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലുള്ള ആഖ്യാന ഐതിഹാസിക ആഖ്യാനങ്ങളുടെ ഉച്ചാരണത്തിൽ, ഇതിഹാസേഷു ഇതിഹാസങ്ങളിൽ, വർണ്ണയാമാസ വിവരിച്ചു, തത്വവിത്ത് തത്വമറിയുന്നവൻ സത്യം അറിയുന്നവൻ. നമ്മളത് അതിന്റെ വിവർത്തനം വായിച്ചതാണ്. അപ്പം പരമാർത്ഥത്തെ കുറിച്ച് നല്ലവണ്ണം പരിചിതനായിരുന്നതിനാൽ അദ്ദേഹം ഇതിഹാസങ്ങളിൽ നിന്നും ദൃഷ്ടാന്തങ്ങൾ ഉദ്ധരിച്ചു കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം, ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത് എന്നാണ് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് അവിടെ പറഞ്ഞു കൊടുത്തത്? നമുക്കെല്ലാം അറിയാം, പുരാണങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, മഹാഭാരതത്തെ കുറിച്ച് അറിയാം, രാമായണത്തെ കുറിച്ച് തുടങ്ങി എല്ലാ പുരാണങ്ങളെ കുറിച്ചും നമുക്ക് കേട്ടിട്ടുള്ളതാണ് ഇല്ലേ. അപ്പം അതിനൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് ഈ ശ്ലോകത്തിൽ ശ്രീല പ്രഭുപാദൻ നമുക്ക് പറഞ്ഞു തരികയാണ് എന്തുകൊണ്ടാണ് ഇതിന് വ്യത്യാസം വന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അല്ലെ, അവിടെ പറഞ്ഞേക്കുന്ന ഇതേ രീതിയിലാണല്ലോ, ഇവിടെ പറഞ്ഞേക്കുന്ന ഇതേ രീതിയിലാണല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമ്മുടെ മനസ്സിൽ വരും. അത് വരാതിരിക്കാൻ വേണ്ടി നേരത്തെ ഇനി പറഞ്ഞു തന്നിരിക്കുകയാണ്. എന്താണ് ഈ പറയുന്ന എല്ലാ സംഭവങ്ങളും എങ്ങനെയാണ്, കാലക്രമം അനുസരിച്ചുള്ള വിന്യാസത്തിനല്ല. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു തരികയാണ്. സാമാന്യ ജനങ്ങൾക്ക് പ്രബോധനം നൽകുന്നതാണ്, പക്ഷേ അവ എവിടെയൊക്കെ നടക്കുന്നതാണ്, ഇവിടെ തന്നെ നടക്കുന്ന കാര്യങ്ങളല്ല. ഇവിടുത്തെ വിവിധ ഗ്രഹങ്ങളിൽ മാത്രമല്ല, പിന്നെയോ ഇവിടെ കാലക്രമത്തിനനുസരിച്ച് നടക്കുന്നതെന്ന് നമുക്ക് തോന്നും. അതുപോലെ പക്ഷെ ഇവിടുത്തെ ഈ ഗ്രഹത്തിൽ മാത്രമല്ല, പിന്നെയോ വ്യത്യസ്ത പ്രപഞ്ചങ്ങളിൽ സംഭവിച്ചവയാണ്. പല പ്രപഞ്ചങ്ങളിലാണിത് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആഖ്യാനങ്ങളുടെ വിവരണങ്ങൾ പലപ്പോഴും പല ത്രിമാനത്തിൽ പല രീതിയിൽ കാണുന്നു. സാഹചര്യത്തിനനുസരിച്ച്, സ്ഥലത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ച് ഒക്കെ പല രീതിയിൽ കാണപ്പെടുന്നു. അപ്പൊ നമ്മുടെ പരിമിതമായ ഗ്രഹണത്തിനുപരിയായി അവ ക്രമാനുഗതമല്ലെങ്കിൽ പോലും അങ്ങനെയുള്ള പ്രബോധനാശിഷ്ടങ്ങൾ മാത്രമേ നാം താല്പര്യപ്പെടേണ്ട. അത് ഇന്നതല്ലല്ലോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട. ഓരോ കാലഘട്ടത്തിനനുസരിച്ച്, ഓരോ സമയത്തിനനുസരിച്ച്, ഓരോ ഗ്രഹങ്ങൾക്കനുസരിച്ച്, ഓരോ പ്രദേശങ്ങൾക്കനുസരിച്ച് അല്പവ്യത്യാസങ്ങൾ ചിലപ്പോൾ കണ്ടെന്ന് വരാം. നമ്മളത് കാണുമ്പോൾ നമ്മൾ അതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലെന്ന് നേരത്തെ ഇവിടെ പറഞ്ഞു തരികയാണ്. അപ്പം നമ്മൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടിയിരിക്കുന്നത്? നമുക്ക് എന്തൊക്കെ പറയണം, നമ്മൾ എന്തൊക്കെ നോക്കണം? വർണ്ണാശ്രമ ധർമ്മങ്ങളെ കുറിച്ച് നമ്മൾ നോക്കണം, ശാസ്ത്രങ്ങളെ കുറിച്ച് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ പല കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം എന്തൊക്കെ ഒരു വർണ്ണാശ്രമ ധർമ്മം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ അറിയാവുന്നതാണ്. ആർക്കും ഈ കൂട്ടത്തിൽ വർണ്ണാശ്രമ ധർമ്മം ചോദിച്ചാൽ അറിയാത്തതായിട്ടില്ല. ആരെങ്കിലും ഒന്ന് പറയാമോ? ഹരേ കൃഷ്ണ. എന്തൊക്കെയാണ് 4 വർണ്ണങ്ങള്? എല്ലാവർക്കും അറിയാം. പിന്നെ ഇതിനെ എന്നെ കൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളെ ഇന്ന് കിട്ടുന്നതല്ലേ നല്ലത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അപ്പം 4 വർണ്ണങ്ങൾ, ബ്രാഹ്മണ, ക്ഷത്രിയ, വിശാം എന്ന് പറയും അല്ലെ. 4 വർണ്ണങ്ങളുണ്ട്. അതുപോലെ 4 ആശ്രമങ്ങളൂടെ പറഞ്ഞോളൂ. വേറൊരാൾക്ക് പറയാമെങ്കിൽ പറയൂ 4 ആശ്രമങ്ങളെ. ഹരേ കൃഷ്ണ മാതാജി. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസാശ്രമം. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. അപ്പൊ നമ്മളെ ഒരു ബ്രാഹ്മണൻ ആരായിരിക്കണം എന്നുള്ളത്, ബ്രാഹ്മണന്റെ പ്രത്യേകത, അത് മിക്കവാറും എല്ലാവർക്കും അറിയാം അല്ലെ. പഠനയജന അതെല്ലാം ആ പാട്ട് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പം ബ്രാഹ്മണര് എങ്ങനെയായിരിക്കണം? ശമോദമസ്തപ ശൗചം ഒന്നാമതായിട്ട് അവർക്ക് വേണ്ടത് എന്തൊക്കെയാ? മൈൻഡിന്റെ കൺട്രോള്, ഇന്ദ്രിയങ്ങളുടെ കൺട്രോള്, അതുപോലെ തപസ്, ഓസ്റ്റെരിറ്റിയിലുള്ള പ്രാധാന്യം, ക്ലെൻലിനെസ്. അതാണ് എന്താണ് ശമോദമസ്തപ ശൗചം എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് എന്താണ്? സന്തോഷ ശാന്തിരാർജവം. പിന്നെ അതിനോടൊപ്പം എന്തുണ്ടാകണം? സന്തോഷം ഉണ്ടാകണം, സാറ്റിസ്ഫാക്ഷൻ. സന്തോഷം എന്ന് പറയുമ്പോൾ അവിടെ തൃപ്തിയാണ്, സാറ്റിസ്ഫാക്ഷൻ. പിന്നെ ക്ഷമിക്കാനുള്ള കഴിവ്, ശാന്തി.
നമുക്ക് ഫോർഗിവ്നെസ് ഉണ്ടാകണം. പിന്നെ എന്തുകൊണ്ടാകും? ഒരു ലാളിത്യ ഭാവവും നമ്മളിൽ ഉണ്ടാകണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ നമ്മൾ ആ നിലയിലെത്തണമെങ്കിൽ നമുക്ക് ആ ഇതെല്ലാം ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ സത്വഗുണത്തിലാണോ ബ്രാഹ്മണരാണോ എന്ന് ചോദിച്ചാൽ ബ്രാഹ്മണർക്ക് മാത്രം ഉണ്ടാകേണ്ട കാര്യങ്ങളാണ് ഇവയെല്ലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശമോദമസ്തപശൗചം സന്തോഷശാന്തിരാർജവം. അടുത്ത് ജ്ഞാനം ദയ അച്യുതാത്മത്വം. ജ്ഞാനം ഉണ്ടാകണം, ദയ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്? അച്യുതാത്മത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അച്യുതന് പൂർണ്ണമായി സറണ്ടർ ചെയ്യാനുള്ള ഒരു മനസ്സും നമുക്ക് ഉണ്ടാകണം. അപ്പൊ എന്തൊക്കെ വന്നു അവിടെ? നോളജ് വന്നു, മേഴ്സി വന്നു, ഭഗവാനെ കംപ്ലീറ്റ് സറണ്ടറിനുള്ള കഴിവ് വന്നു. പിന്നെന്ത് വേണം? സത്യം ച ബ്രഹ്മലക്ഷണം. ഇനി അതിനോടൊപ്പം സത്യം കൂടി വന്നു കഴിയുമ്പോൾ അത് ബ്രാഹ്മണന്റെ ലക്ഷണമാണെന്ന് കണക്കാക്കാം. അപ്പം ബ്രാഹ്മണര് ഞാൻ പറഞ്ഞു യജന പഠന പാഠന ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം പഠിപ്പിക്കുന്നത്, പഠിപ്പിച്ചു കൊടുക്കുന്നവരെ ശ്രദ്ധിക്കുന്നത്, മറ്റുള്ളവരെ അതിലേക്ക് കൊണ്ടുവരുന്നത്, ഇതൊക്കെ യജന പഠന പാഠന അത് വേറൊരു ഭാഗത്ത്. അതിനോടൊപ്പം തന്നെ ബ്രാഹ്മണർക്ക് ഉണ്ടാകേണ്ട ഗുണമാണ് ശമോദമസ്തപശൗചം സന്തോഷം ശാന്തിരാർജവം ജ്ഞാനം ദയാച്യുതാത്മത്വം സത്യം ച ബ്രഹ്മലക്ഷണം. ഒരു ബ്രാഹ്മണന്റെ ലക്ഷണമാണ് അത്. അച്യുതാത്മത്വം എന്ന് പറഞ്ഞാൽ ഒരു വർണ്ണാശ്രമ ധർമ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അച്യുതാത്മത്വം എന്ന് പറയുന്നത്. അച്യുതാത്മത്വം വരുമ്പോഴത്തേക്ക് നമ്മള് ഭഗവാനെ സറണ്ടർ ചെയ്യാനുള്ള ആ ഡിവോഷണൽ സർവീസ് ചെയ്ത് ഭഗവാന് സറണ്ടർ ചെയ്യാനുള്ള ആ ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് ആരിലാണ് ഉള്ളത്? ബ്രാഹ്മണരിലാണുള്ളത്. ഇനി നമ്മളും ചില സമയത്ത് ബ്രാഹ്മണ സ്വഭാവം കാണിക്കും അല്ലെ? അപ്പൊ ആ ബ്രാഹ്മണരിലാണ് ഉള്ളത് ആ ഭാവങ്ങളെല്ലാം. ബ്രാഹ്മണർക്ക് ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളാണെങ്കിൽ ഇതൊക്കെ വിട്ടിട്ട് നമ്മൾ പല രീതിയിലൊക്കെ പെരുമാറിയിരിക്കും. പക്ഷെ ബ്രാഹ്മണർക്ക് ഇത് ഉണ്ടായിരിക്കണം. യഥാർത്ഥ ബ്രാഹ്മണന് ഇത്രയും ഉണ്ടാകണം. എന്തൊക്കെ ഉണ്ടാകണം? ശമോദപസ്തപശൗചം സന്തോഷം ശാന്തിരാർജവം ജ്ഞാനം ചതയ പിന്നെ അച്യുതാത്മത്വം. അത് ഏറ്റവും പ്രധാനം. സത്യം ച ബ്രഹ്മലക്ഷണം എന്ന് പറഞ്ഞു. ഇനിയും അടുത്ത ഭാഗം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് എളുപ്പം പോകാം. ഇത്രയും ബ്രാഹ്മണരുടെ ലക്ഷണമാണ്. ബ്രാഹ്മണരാണ് സമൂഹത്തിലെ ഉന്നതവർഗമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരാണ് ബാക്കിയുള്ളവരെ നിയന്ത്രിച്ച് പോകേണ്ടത്. അവരുടെ ഉപദേശം അനുസരിച്ചാണ് രാജാവ് പോലും ഭരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടം അല്ല പറയുന്നത്. അവര് എല്ലാവർക്കും അറിവ് നൽകുന്നത് ബ്രാഹ്മണരാണ്. എന്തെല്ലാം വേദങ്ങൾ പൂർണ്ണമായി പഠിക്കുന്നു. ആ പഠിച്ചെടുക്കുന്ന വേദങ്ങളും അത് കാര്യങ്ങളും വേദം എന്ന് വെച്ചാൽ അറിവെന്നുള്ള അർത്ഥമുള്ളല്ലോ. അപ്പം മറ്റു കാര്യങ്ങളും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നതും ബ്രാഹ്മണര് തന്നെ ആണ്. അപ്പം ബ്രാഹ്മണര് സമൂഹത്തിലെ ഏറ്റവും ഉന്നതരാണ്. അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ്. ഇനി അടുത്ത പദവി ആർക്കാണുള്ളത്? ക്ഷത്രിയർക്കാണ് അല്ലെ? ക്ഷത്രിയരുടെ സ്വഭാവത്തെ കുറിച്ചാണ് ഇനിയും നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ക്ഷത്രിയരെന്ന് പറയുന്നത് ശൗര്യം വീര്യം ധൃതിസ്തേജസ്. ശൗര്യമുള്ളവരായിരിക്കണം. ഏതൊരു യുദ്ധത്തിന് പോയാലും അവിടെ തോൽവിയൊന്നും പറ്റരുത്. രണ്ടാമത്തെ വിഭാഗമാണ്. അവരുടെ പ്രധാന ജോലി എന്താണ്? രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുക. ഇത് രണ്ടും അവരുടെ കയ്യിലാണ്. കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയാണ് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കണം, അതുപോലെ രാജ്യത്തെ രക്ഷിക്കുക എന്നുള്ളതും. അപ്പൊ അങ്ങനെ വരുമ്പോഴേ അവർക്ക് ബാറ്റിലിൽ പോകുമ്പോൾ, യുദ്ധത്തിൽ പോകുമ്പോൾ അവർ നല്ല ശൗര്യമുള്ളവരായിരിക്കണം. ശൗര്യം വീര്യം ധൃതിസ്തേജസ്. വീര്യമുള്ളവരായിരിക്കണം എന്ന് വെച്ചാൽ അവരെ ആർക്കും കീഴടക്കാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ളവരായിരിക്കണം ആര്? ക്ഷത്രിയർ. പിന്നെ ക്ഷമയുള്ളവരായിരിക്കണം. ക്ഷമയുള്ളവരായിരിക്കണം എന്ന് വെച്ചാൽ ധൃതി എന്ന് വെച്ചാൽ ക്ഷമ എന്നാണ് അർത്ഥം. ക്ഷമയുള്ളവരും ആയിരിക്കണം. പിന്നെ മറ്റുള്ളവരെ ചലഞ്ച് ചെയ്യാനുള്ള മനോഭാവവും ഉണ്ടാകണം. ആരെങ്കിലും ആവശ്യമില്ലാതെ ഇങ്ങോട്ട് വന്ന് ഉപദ്രവിച്ചാൽ അവരെ ചലഞ്ച് ചെയ്യാനുള്ള മനോഭാവം ഉണ്ടായിരിക്കണം. ശൗര്യം, വീര്യം, ധൃതി, പിന്നെ തേജസ്, ഇത്രയും അവരിൽ ഉണ്ടാകണം. പിന്നെയോ അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത് ത്യാഗശ്ച ആത്മജയക്ഷമ. അങ്ങനെ അവർക്ക് പിന്നെ വേണ്ടത് ദാനം കൊടുക്കാനുള്ള കഴിവുണ്ടാകണം. ത്യാഗം ചെയ്യാനുള്ള, മറ്റുള്ളവർക്ക് വേണ്ടി എന്നും കൊടുക്കാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ടാകണം. പിന്നെ ബോഡിലി നെസസിറ്റീസിനെയൊക്കെ, നമ്മുടെ ശാരീരികമായ ആവശ്യങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവും അവർക്കുണ്ടാകണം. മറ്റുള്ളവരോട് ഫോർഗിവ് ചെയ്യാനുള്ള, ക്ഷമിക്കാനുള്ള കഴിവും അവർക്ക് ഉണ്ടാകണം. അപ്പം ത്യാഗശ്ച ആത്മജയ ക്ഷമ, ഇത്രയും നമുക്ക് അവരിൽ ഉണ്ടാകണം.
എന്തിനേയും പൊറുക്കാനും ക്ഷമിക്കാനുമുള്ള കഴിവുണ്ടാകണം. പിന്നെ പിന്നെ അടുത്തത് ബ്രഹ്മണ്യത പ്രസാദശ്ച എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ്യത്വം നമ്മളിൽ ഉണ്ടാകണം. അതിന് ബ്രഹ്മണ്യത്വം എന്നും പറയും, ബ്രാഹ്മണത്വം എന്ന് പറയും. ഫെയ്ത്ത്ഫുൾനെസ് ടു ബ്രാഹ്മണിക്കൽ പ്രിൻസിപ്പിൾസിനോടുള്ള ആ വിശ്വാസം, ബ്രാഹ്മണര് പഠിപ്പിച്ചു കൊടുത്ത അവര് തരുന്ന കാര്യങ്ങളെ അറിയാനുള്ള ആ ഒരു വിശ്വാസം അവരിൽ ഉണ്ടാകണം. അതുപോലെ എപ്പോഴും ജോയ്ഫുൾ ആയിരിക്കുകയും ചെയ്യണം. നല്ല സന്തോഷത്തോടു കൂടി തന്നെ ഏത് സമയത്തും അവരുടെ മനസ്സിൽ ദുഃഖഭാവം ഉണ്ടാകാൻ പാടില്ല. പിന്നെയോ സത്യം ച ക്ഷത്രലക്ഷണം, അതിനോടൊപ്പം സത്യം. ഇത്രയുമാണ് ക്ഷാത്രലക്ഷണം എന്ന് പറയുന്നത്. ക്ഷത്രിയന്മാർക്ക് ഇത്രയും ഉണ്ടാകണം. അപ്പൊ ക്ഷത്രിയര് 2ാം വിഭാഗമാണ്. ജനങ്ങളെയും രാജ്യത്തെയും സംരക്ഷിക്കുന്നത് അവരാണ് എന്നുള്ളതാണ്. ഇനി 3ാമത് വൈശ്യരാണ്. വൈശ്യരെന്ന് പറഞ്ഞാൽ എന്താണ്? ദേവഗുരു അച്യുതേ ഭക്തി, ദേവന്മാരോട്, അതുപോലെ പിന്നെ ആരോടാണ്? ഗുരുവിനോട്, അതുപോലെ അച്യുതനോട്, കൃഷ്ണനോട്, ഭഗവാനോടുള്ള ആ ഒരു എന്താണ്? ഡിവോഷൻ ഉണ്ടാകണം. അവർക്ക് എപ്പോഴും ഭക്തി ഉണ്ടായിരിക്കണം. അവർ പണം ഉണ്ടാക്കുന്ന വിഭാഗമാണെന്ന് നമുക്കറിയാം. ഒരു രാജ്യത്തിലേക്ക് ആവശ്യമായ സമ്പത്ത് നേടിയെടുത്തു കൊടുക്കുന്നത് ഇവരാണ്. അപ്പൊ അവർക്ക് മറ്റുള്ളവരോടുള്ള ഭക്തി അവരിൽ ഉണ്ടാകണം. ദേവന്മാരോട്, ഓരോ ദേവന്മാരും ഓരോ സാഹചര്യത്തിൽ ഓരോ കാര്യങ്ങൾ കൊടുക്കുന്നതാണ്, ദേവന്മാരിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പൊ അവരോടൊരു ഭക്തി അവർക്കുണ്ടാകണം. പിന്നെ അതുപോലെ അപ്പം നമ്മള് ആ ദേവന്മാരുടെ ഭക്തി ഉണ്ടാകണം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ആ ദേവന്മാരുടെ ഭക്തി എന്ന് പറയുന്നത് നമ്മൾ ഭഗവാനെ കാണിക്കുന്ന ഭക്തി അല്ല, ഇവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ നമുക്ക് കിട്ടുന്നത് കൊണ്ട് അവരോടൊരു വിധേയത്വം, ഭക്തി എന്ന് പറയാൻ പറ്റില്ല, വിധേയത്വം ഉണ്ടാകണം. പിന്നീട് ത്രിവർഗ പരിപോഷണം. പിന്നെ ത്രിവർഗങ്ങളെ നിയന്ത്രിച്ചു പോകുന്ന അവരാണ്. എന്താ ഈ ത്രിവർഗം? ആർക്ക് പറയാം ത്രിവർഗം എന്താണെന്ന്? ത്രിവർഗം എന്ന് പറയുന്നത് നമ്മുടെ പുരുഷാർത്ഥം, ധർമ്മ, അർത്ഥ, കാമ. ധർമ്മവും അർത്ഥവും കാമവും അതിന്റെ അഡ്വാൻസ്മെന്റ് അവരുടെ കയ്യിലാണ്. കാരണം ധർമ്മത്തിൽ കൂടി വേണം നമ്മളെ കാര്യങ്ങൾ നേടിയെടുക്കാൻ, സമ്പത്ത് നേടിയെടുക്കാൻ. ധർമ്മപരമായ മാർഗങ്ങളിൽ കൂടി സമ്പത്ത് നേടിയെടുക്കുക, എന്നിട്ട് അതിൽ നിന്നുണ്ടാകുന്ന പണം വേണ്ട വിധത്തിൽ തിരിച്ച് കൊടുക്കുക. രാജ്യത്തിനുള്ളതാണ് അവരുണ്ടാക്കുന്ന പണം, അവർക്കും രാജ്യത്തിനും വേണ്ടിയുള്ളതാണ്. അങ്ങനെ അത് സമൂഹത്തിന് കൊടുക്കുക. പിന്നെ അതുവഴി അവർക്ക് കിട്ടുന്ന പണം കൊണ്ട് അവരുടെ കാമം സാധിക്കുക. ഈ 3 അതെ, ത്രിവർഗ പരിപോഷണം. പിന്നെ ആസ്തിക്യം ഉദ്യമോ നിത്യം. പിന്നെ എന്താ ഉണ്ടാവണം? സ്പിരിച്വൽ മാസ്റ്ററിൽ നമ്മുടെ ഗുരുവിനോട് ഉള്ള ആസ്തിക്യം നമുക്കുണ്ടാകണം. അവരുടെ ആ വാക്കുകൾ ഓരോന്നും അതിന്റെ വിലയ്ക്ക് അനുസരിച്ച് എപ്പോഴും ഭഗവാൻ ഗുരുവിൽ നിന്ന് കിട്ടുന്ന ഓരോ വാക്കും അതിന്റെ അത്ര ശ്രദ്ധയോടുകൂടി നമ്മൾ കൈകാര്യം മനസ്സിലാക്കണം. സ്ക്രിപ്ചറിനെയും അതുപോലെ തന്നെ, നമ്മുടെ സ്ക്രിപ്ചറിനെ പലതരം സ്ക്രിപ്ചേഴ്സ് ഉണ്ട്, ആ സ്ക്രിപ്ചേഴ്സിനെ എല്ലാം അതുപോലെ മനസ്സിലാക്കുക. പിന്നെ നൈപുണ്യം, ഇത് മനസ്സിലാക്കാനുള്ള ആ നൈപുണ്യമാണ് എന്റെ വൈശ്യലക്ഷണം എന്ന് പറയുന്നത്. 3ാമത്തേതാണ്. ഞാൻ കൂടുതൽ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോവുകയാണ്. പിന്നെ ശൂദ്രന്മാര് അല്ലെ? അപ്പൊ ശൂദ്രന്മാരെങ്ങനെയുള്ളതാണ്? ആ ഒരു ശൂദ്രസ്യ സന്നിധി ശൗര്യം എന്ന് പറയും അല്ലെ? എല്ലാ 3 കാസ്റ്റിനോടും, ഏതൊക്കെ? ബ്രാഹ്മണരെ, ക്ഷത്രിയരെ, വൈശ്യരെ, ഇവരെ 3 പേരെയും ഒബേ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകണം. അതുപോലെ ക്ലെൻലിനെസ് നല്ല അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കണം. പിന്നെ സേവ, സൗമിനി അമായയ എന്ന് പറയും. എന്ന് പറഞ്ഞാല് നമ്മുടെ ആ ഒരു എന്താണ്, നമ്മൾ സർവീസ് ചെയ്യണം. ആർക്ക് വേണ്ടി അവർ സർവീസ് ചെയ്യണം? നമ്മളല്ല, നമ്മളിപ്പോ ശൂദ്രരാണെന്ന് പറയുന്നില്ലേ? ഈ കാലഘട്ടത്തിൽ കലിയുഗത്തിൽ എല്ലാവരും ശൂദ്രരാണെന്ന് പറയും. ഇവിടെ ഈ ശൂദ്രഭാവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ശേവസ്വാമിനി അമായയ, സ്വാമിമാരോട് ഒരു കള്ളവുമില്ലാതെ സേവ ചെയ്യാൻ ശ്രമിക്കണം. ഒരു കള്ളത്തനവും കാണിക്കാതെ മാസ്റ്ററിനെ സേവിക്കാനുള്ള മനോഭാവം അവരിൽ ഉണ്ടാകണം. പിന്നെയോ പിന്നെ അടുത്തത് എന്തൊരു എന്താണ് യജ്ഞങ്ങൾ ചെയ്യുമ്പോഴും അതിൽ മന്ത്രങ്ങൾ ഇല്ലാതെ അവർക്ക് ചെയ്യാം. എന്നാണ് വെച്ചാൽ പ്രോപ്പർ മന്ത്രം പഠിക്കാനുള്ള അവകാശം അവർക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് മന്ത്രമില്ലാതെയും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ചെയ്യാം. പക്ഷേ മോഷണം പാടില്ല. അവരിലുള്ള പ്രാധാന്യമാണത്. ഇനി സത്യം, സത്യവും ഏറ്റവും പ്രധാനമാണ്. നമ്മളിപ്പോ എല്ലാം കേട്ടിടത്തും സത്യം പറഞ്ഞു. അതുപോലെ കൗസിനെയും ബ്രാഹ്മണരെയും, പശുക്കളെയും ബ്രാഹ്മണരെയും എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യാനുള്ള കഴിവും അവരിൽ
ഉണ്ടാകണം. ഇത്രയുമാണ് ശൂദ്രരുടെ ഭാവം. സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന പടിയായിരുന്നു. ഇന്നിപ്പോ താഴ്ന്ന പടി നമ്മൾ പറയണ്ട. അത് ഓരോരുത്തരുടെയും എന്താണ് വിദ്യാഭ്യാസത്തിനനുസരിച്ചും അല്ലെങ്കിൽ ഓരോരുത്തരുടെയും പദവിക്കനുസരിച്ചും ഉള്ളതാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത്. ഇന്നിപ്പോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാൽ പോലും ആ സ്വഭാവമുള്ളവരെയാണ് ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഏതൊരു ഇതാണെങ്കിൽ പോലും ഓരോരുത്തരുടെയും മനസ്സിന്റെ പ്രത്യേകതകൾ അനുസരിച്ചും ഇതിൽ വ്യത്യാസം ഉണ്ടാകാം. അപ്പൊ ഇന്നിപ്പം നമുക്ക് അതേ രീതിയിൽ പോകാൻ ഒക്കത്തില്ലെങ്കിലും ആ ആ വിഭാഗങ്ങളെ ഇങ്ങനെ നമുക്ക് ശാസ്ത്രങ്ങളിൽ വിശദീകരിച്ച് തന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞു തന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ 4 എണ്ണത്തിൽ കൂടി നമുക്ക് പറയുന്നത്. പിന്നെ നമുക്ക് പ്രഭുപാദര് പറഞ്ഞേക്കുന്നത് വർണ്ണാശ്രമധർമ്മങ്ങള്, സ്ക്രിപ്റ്റേഴ്സ്, പിന്നെ എന്താണ് ആശ്രമത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ് ആശ്രമം എന്താണ്. ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം. ബ്രഹ്മചാരി പഠിക്കുന്ന കാലത്താണ് ബ്രഹ്മചാരിയായിട്ടിരിക്കുന്നത്. ആ കാലഘട്ടം വളരെ വളരെ പ്രയാസമേറിയ കാലഘട്ടമാണ്. ആ സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തിരിക്കണം, ഒരു ബ്രഹ്മചാരിയുടെ ലക്ഷണം എന്തൊക്കെയാണ്? ഒന്നാമത്തെ ദാന്ത എന്ന് പറഞ്ഞാല് കംപ്ലീറ്റ് സെൽഫ് കൺട്രോൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. വളരെ കഷ്ടതയേറിയതാണ്, വളരെ പ്രയാസമാണത്. പൂർണ്ണമായി സെൽഫ് കൺട്രോൾ പ്രാക്ടീസ് ചെയ്യുക. ഗുരോർഹിതം എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ ഹിതം അനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം. പിന്നെ ദാസവൻ നീച്ചു, ഒരു സെർവന്റിനെ പോലെ എന്ത് ചെയ്യണം, ആ ഗുരുവിനോട് സബ്മിസീവായിട്ട്, അതൊക്കെ പ്രയാസം ഇല്ലാന്ന് നമുക്ക് വേണേ പറയാം അല്ലെ, അങ്ങനെ സബ്മിസീവായിട്ട് നിൽക്കണം. പിന്നെ ഗുരു സുഹൃത സൗഹൃദം, ഗുരുവിനോട് വളരെ ഉറച്ചൊരു ഫ്രണ്ട്ഷിപ്പ് പോലെയാക്കണം. ഗുരുവിനോടൊപ്പം നടന്നാണ് ശിക്ഷപ്പെട്ട് എല്ലാം കിട്ടുന്നത്. അപ്പൊ ആ ഗുരുവിന്റെ അടുത്തവൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഒരു ബ്രഹ്മചാരിക്ക് 4 പ്രധാനപ്പെട്ട സവിശേഷത. ഇതുപോലെ ഒരുപാട് സവിശേഷതകളുണ്ട്. ഇതിൽ 4 എണ്ണമാണ് ഇവിടെ പറയുന്നത്. അതിന് നമ്മൾ നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ബ്രഹ്മചാരി ഗുരുകുലേവാസൻ ദാന്തോ ഗുണാൻഹിതം ആചരൻ ദാസവൻ നീച്ചോ ഗുരു സുഹൃത സൗഹൃദ. ഗുരു എന്നോട് സുഹൃത സൗഹൃദ അങ്ങനെ ആയിരിക്കണം എന്നാണ് ഇതിവിടെ പറഞ്ഞു തരുന്നത്. പിന്നെ അടുത്തത് നമ്മൾ വരുമ്പോഴേ അതിനെക്കുറിച്ച് കൂടുതൽ പറയുമ്പോഴേ എന്താണ്, മിതഭുക്കായിരിക്കണം. ഭക്ഷിക്കുന്നത് വളരെ ഏറ്റവും കുറവെന്നുള്ളതല്ല, ആവശ്യത്തിന് മാത്രം ഭക്ഷിക്കുക. സുശീലനായിരിക്കുക, നല്ല ശീലമുള്ളവനായിരിക്കുക. പിന്നെ എല്ലാവരോടും നല്ല വെൽ ബിഹേവ്ഡ് എന്ന് പറയുന്നത്, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക. ശ്രദ്ധധാനോ ജിതേന്ദ്രിയ. ഇനി അത് വരുമ്പോൾ ഗുരുവിലും ശാസ്ത്രത്തിലും വിശ്വാസം. ഗുരുവാക്യേഷു ശാസ്ത്രേഷു വിശ്വാസം. പിന്നെന്താണ് ഉണ്ടായിരിക്കേണ്ടത്? ഇന്ദ്രിയ നിയന്ത്രണം ഏറ്റവും പ്രധാനം. പിന്നെ യാവദർത്ഥം വ്യവഹരേത് എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവസരങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യാവൂ, കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാവൂ. അതോടൊപ്പം തന്നെ സ്ത്രീ നിർജിതേഷു ച. അപ്പൊ എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ, എന്തെങ്കിലും അത്യാവശ്യമായി വരുമ്പോൾ മാത്രമേ നമ്മൾ ആ ബ്രഹ്മചാരിക്ക് സ്ത്രീകളുമായിട്ട് അടുത്ത് പെരുമാറാൻ പാടുള്ളൂ. അല്ലാതെ സ്ത്രീകളുമായിട്ട് അവർക്ക് അടുത്ത് പെരുമാറാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെയോ ഗൃഹസ്ഥാശ്രമം എടുക്കുന്നില്ലെങ്കിൽ കർശനമായി സ്ത്രീകളോട് ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ബ്രഹ്മചര്യം കഴിഞ്ഞിട്ട് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കുറെ ആൾക്കാർ പോകാറുണ്ട്. അത് അനുവദനീയമാണ്. എല്ലാം പഠിച്ചു തീർന്നിട്ട് ഗുരുവിന്റെ അടുത്ത് പോയി സർവ്വവിധ വിദ്യകളും അഭ്യസിച്ചതിന് ശേഷം എനിക്ക് ഗൃഹസ്ഥനായിരുന്നു കൊണ്ട് എനിക്കൊരു ഭാര്യയെ വേണം. കാരണം എന്തുകൊണ്ട്, എന്റെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ, പൂജാതി കർമ്മങ്ങൾക്കായാലും വീട്ടിലെ കാര്യങ്ങൾക്കായാലും എല്ലാം ഒരു ഹെൽപ്പായിട്ട് ഒരു ഭാര്യയെ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് വിവാഹം കഴിച്ച് ഗൃഹസ്ഥാശ്രമിയായി പോകാം. ഗൃഹസ്ഥാശ്രമി ആകാത്തവര് നേരിട്ട് അങ്ങ് വാനപ്രസ്ഥത്തിലേക്കും സന്യാസത്തിലേക്കും പോകുന്നവർക്ക് അവർക്ക് നല്ല രീതിയിലുള്ള നല്ല പൂർണ്ണമായ മാനസികമായ ഉറപ്പ് ഉണ്ടായിരിക്കണം. അപ്പം കർശനമായി സ്ത്രീകളോട് ഇടപെടാൻ പാടില്ലാത്ത ഒരു വ്യവസ്ഥയാണ് അവിടെ നമ്മൾ കാണുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇന്ദ്രിയാണി പ്രമാധീനി നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ ഭഗവത്ഗീതയിൽ അല്ലെ. അപ്പം സെൻസസ് വളരെ പവർഫുൾ ആണ്. അതുകൊണ്ട് സ്ത്രീ സംഘം അവർക്ക് വിലക്കിയിരിക്കുന്നു, അവർക്ക് വിലക്കുണ്ട്. അതെ. അപ്പം
ഒരു സന്യാസിമാരെ പോലും അജിറ്റേറ്റഡ് ആക്കുന്നതാണ് അല്ലെ. നമ്മളെ എന്താണ്, ഇവൻ വിശ്വാമിത്ര മഹർഷിയെ പോലും, സൗഭരി മുനിയെ പോലും, സൗഭരി മുനി എന്താണ് എത്രയോ വലിയ ആളായിരുന്നു, എന്നിട്ട് പോലും, അല്ലെങ്കിൽ വിശ്വാമിത്ര മഹർഷി, അവരെ പോലും വഴി തെറ്റിച്ചു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് പോകാതെ ഇരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെയും അതുപോലെ തന്നെ ഗുരുപത്നിയെ അമ്മയെ പോലെ കാണണം. പക്ഷേ ഗുരുപത്നി അത് വളരെ ചെറുപ്പമായിട്ടുള്ള സ്ത്രീയാണെങ്കിൽ ഒരിക്കൽ പോലും കുട്ടിയുടെ മുടി ചീടി കൊടുക്കാനോ മാതൃപാരിസരിതത്തോടെ സ്നാനം ചെയ്യിക്കാനോ പാടില്ല എന്നും എടുത്തു പറയുന്നുണ്ട്. മാതൃസ്നേഹം കൊടുക്കാം, അത്രമാത്രം. പിന്നെ അതുപോലെ അങ്ങനെ പല കാര്യങ്ങളും ബ്രഹ്മചാരിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ട്. അതിനെക്കുറിച്ച് ആ ഒരു രീതി, ആത്മസാക്ഷാത്കാരം നേടിക്കരുമ്പോൾ ഇതൊന്നും ഉണ്ടാകുകയില്ലല്ലോ, ഈ വ്യത്യാസമൊന്നും അവിടെ ഉണ്ടാകുകയില്ലല്ലോ. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു മാർഗമാണ് ഇവിടെ ഈ രീതിയിലുള്ള അകൽച്ച അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ശാസ്ത്രം പറയുന്നത് സ്ത്രീയെ അഗ്നിയോട് ഉപമിക്കുമ്പോൾ പുരുഷനെ വെണ്ണ നിറച്ച കുടത്തോടാണ് ഉപമിച്ചിരിക്കുന്നത് ശാസ്ത്രങ്ങളെ. അത്രമാത്രം പ്രയാസമാണ് ഇത് രണ്ടും തമ്മില്. അപ്പൊ ആ ഒരു സാഹചര്യം ഉണ്ടാകാനിടയാകരുത് എന്ന രീതിയിലാണ് ശാസ്ത്രം ഇതിനെ നിർവചിച്ച് നമുക്ക് ഈ ബ്രഹ്മചാരിമാര് അല്ലെങ്കിൽ അത് കഴിഞ്ഞാലുള്ള അവസ്ഥ ഒക്കെ വിശദീകരിച്ച് തന്നിട്ടുള്ളത്. ഇനി വാനപ്രസ്ഥത്തിലേക്ക് പോകുന്ന വ്യക്തി ഗൃഹസ്ഥാശ്രമിയാണെങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞു ഗൃഹസ്ഥാശ്രമം, അല്ലെങ്കിൽ സാധാരണക്കാരാണെങ്കിലും ഗൃഹസ്ഥാശ്രമിയായി ഒരു വിവാഹം കഴിക്കുന്നു. തൻ്റെ നല്ല ഭഗവാനെ ഭജിക്കത്തക്ക രീതിയിൽ ഭഗവത് ചിന്തയോടുകൂടിയ കുട്ടികൾക്ക് വേണ്ടി അവരെ അവരാകുന്ന കർമ്മങ്ങൾ അവർ ചെയ്യുന്നു. അവർക്ക് ഉള്ള കാര്യങ്ങളെല്ലാം സമ്പത്താണെങ്കിലും വീടാണെങ്കിലും എല്ലാം കൊടുത്തുകൊണ്ട് അവർ സുഖമായിട്ട് ഗ്രഹമേദിയാകാതെ ഗൃഹസ്ഥാശ്രമിയായി ജീവിക്കാൻ കഴിയുക. ഗ്രഹമേദിയുമുണ്ട് നമുക്കറിയാമല്ലോ. ഇനി വാനപ്രസ്ഥത്തിലാണെങ്കിൽ അവിടെ അതിനേക്കാൾ പ്രയാസമേറിയതാണ്. ആ വാനപ്രസ്ഥം എന്ന് പറയുന്നത് അവര് ഇത് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യണം, വാനപ്രസ്ഥത്തിലേക്ക് തിരിക്കുമ്പോൾ അവരെ കുടുംബത്തിൽ നിന്നിറങ്ങി അടുത്ത് തന്നെ ഒരു അടുത്ത് തന്നെ ഒരു കുടിൽ കെട്ടി താമസിക്കാൻ കുറച്ച് നാളത്തേക്ക് ഒരു ട്രെയിനിങ് എന്ന രീതിയിൽ. അത് കഴിഞ്ഞിട്ട് അവർ പിന്നീട് അവിടെ വിട്ടു പോകണം. പോയി കഴിയുമ്പോൾ അവരുടെ ആഹാരം ഉഴുതുമറിച്ച വയലിൽ വിളയുന്ന ധാന്യം ഒരിക്കലും ഭക്ഷിക്കരുത്. അഗ്നിയിൽ പാകം ചെയ്ത ധാന്യത്തിന്റെ ഭക്ഷണം അവർക്കരുത്. സൂര്യപ്രകാശത്തിൽ വളരുന്ന അങ്ങനെയുള്ള വസ്തുക്കൾ മാത്രമേ അവർക്ക് സൂര്യപ്രകാശത്തിൽ വെച്ച് പാകം ചെയ്ത് കഴിക്കണം. അത്രമാത്രം ഇതവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ യജ്ഞത്തിൽ സമർപ്പിച്ച അതുപോലെ വനത്തിൽ വളരുന്നതായ ധാന്യം അവർക്ക് ഉപയോഗിക്കാം. ആദ്യത്തെ സ്റ്റേജിൽ അതില്ല കേട്ടോ. അപ്പൊ അത് എന്ന് വെച്ചാല് ചിലര് 8 വർഷം എടുക്കും, ചിലർ 12 വർഷം എടുക്കും, ചിലർ 8 വർഷം എടുക്കും, ചിലർ 4 വർഷം എടുക്കും, ചിലർ 2 വർഷം എടുക്കും ഈ വാനപ്രസ്ഥം. അപ്പൊ ഈ വാനപ്രസ്ഥത്തില് ഒരു ആദ്യത്തെ സ്റ്റേജിൽ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ആഹാരമൊക്കെ കുറേശ്ശെ കൊണ്ടു കൊടുക്കും, കാരണം കുടുംബത്തിലേക്ക് വരില്ല. അപ്പൊ അങ്ങനെ അവിടെ കൊണ്ടു കൊടുത്തു കഴിക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ പൂർണ്ണമായും വാനപ്രസ്ഥത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് പിന്നെ ഇതൊന്നും കഴിക്കാനുള്ള സാധ്യതയില്ല. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാലഘട്ടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എൻ്റെ എന്ന ഭാവം അവിടെ കളയുകയാണ്. ആ ഒരു ഭാവമേ അവിടെ ഇല്ലാതെ വരികയാണ് ഈ വാനപ്രസ്ഥാശ്രമം. അത് കഴിഞ്ഞ് സന്യാസാശ്രമത്തെ കുറിച്ച് നമുക്കെല്ലാം അറിയാവുന്നതാണ് അല്ലെ. ഭൗതിക ബന്ധം പരിത്യജിച്ച് ശരീരം വാസയോഗ്യമാക്കി നിലനിർത്തണം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സമാധാനപൂർണനായിരിക്കണം. ആശ്രയിക്കേണ്ട രീതികളെ അതുപോലെ ഭഗവാന്റെ കലപ്പറ്റ ഭക്തി അവരിൽ ഉണ്ടായിരിക്കണം. പൂർണ്ണമായും ആത്മാരാമനാകണം. ആത്മാവിൽ സ്ഥിതി ചെയ്യണം. നിരപേക്ഷ സത്യമേ ഉള്ളൂ എന്നുള്ളത് വേറൊരു വസ്തുക്കളോട് ഒരു താല്പര്യമില്ല, ഒരു ഡിപ്പെൻഡൻസിയും ഇല്ല. നിരപേക്ഷ സത്യത്തോട് മാത്രമായിരിക്കണം ഒരു താല്പര്യം ഉണ്ടാകേണ്ടത്. പിന്നെ ശാരീരികമായ എന്ത് കാര്യങ്ങളെയും അവര് പ്രാധാന്യം കൊടുക്കുകയില്ല എന്നുള്ളതാണ്. അങ്ങനെ നാരായണ പരായണനായി മാറണം. അപ്പൊ എന്താണ്, സർവഭൂത സുഹൃത്തായിരിക്കണം, നാരായണ പരായണനായിരിക്കണം. പിന്നെ എന്താണ്, അനപാശ്രയത്വം ഉണ്ടാകണം. ഒരു വ്യക്തികളോട് പോലും ഒരു ഡിപ്പെൻഡൻസി ഉണ്ടാകരുത്. പിന്നെ എന്താണ്, കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ സെൽഫിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഭിക്ഷുവിനെ പോലെ എന്താ ചെയ്യാം, 1-4 വീടുകളിൽ കയറി ആഹാരം ആവശ്യപ്പെടാം. അങ്ങനെ ചെല്ലുമ്പോൾ കൊടുക്കും. അങ്ങനെ ആ ഒരു ഭിക്ഷുവിനെ പോലെ ഡിറ്റാച്ച്ഡ് ആക്കി നടക്കുകയും. ഇങ്ങനെ 4 പ്രത്യേകതകളാണ് ഈ
ഇങ്ങനെയുള്ള പ്രത്യേകതകളാണ് ഈ 4 വിഭാഗങ്ങൾക്ക് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അപ്പം അത് കഴിഞ്ഞു. നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞു? ബ്രാഹ്മണര്, ക്ഷത്രിയർ, വർണ്ണാശ്രമ ധർമ്മം പറഞ്ഞു. ആ വർണ്ണത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ്, ആശ്രമത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ്. ഇനിയും നമുക്ക് നോക്കാനുള്ളത് സ്ക്രിപ്ചേഴ്സിനെ കുറിച്ചാണ്. സ്ക്രിപ്ചേഴ്സ് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കാം. കാരണം സന്യാസി എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ അതിന്റെ ഇവിടെ ഞാൻ എളുപ്പം പറഞ്ഞ് നിർത്തുകയാണ്. സ്ക്രിപ്ചേഴ്സിന് ഡിഫറൻസ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു ഞാൻ. ആരെങ്കിലും ഒന്ന് പറയൂ, എന്തുകൊണ്ടാണ് സ്ക്രിപ്ചേഴ്സ് ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നത്? എന്തൊക്കെയാണ് കാരണം എന്ന് പറഞ്ഞു. ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് സ്ക്രിപ്ചേഴ്സ് ഡിഫറെന്റ് ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാ? സാമാന്യ ജനങ്ങൾക്ക് പ്രബോധനം നൽകുന്നതാണ് എങ്കിൽ പോലും പല സ്ഥലത്ത്, പല ഗ്രഹങ്ങളിൽ, പല കാലാവസ്ഥകളിൽ, പല ജീവിത ശൈലികളിൽ പലയിടത്ത് വെച്ച് നടന്നിട്ടുള്ള കാര്യങ്ങളെ ഏകോപിച്ചെഴുതിയിരിക്കുന്നത് കൊണ്ടാണ് അല്പം വ്യത്യാസം തോന്നുന്നത് എന്നുള്ളത്. അപ്പം പല സ്ഥലത്ത്, പല യൂണിവേഴ്സസിൽ, പല സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ സ്ക്രിപ്ചേഴ്സിൽ ഉണ്ട്. അതുകൊണ്ട് ആ ഹിസ്റ്റോറിക്കലായവയിൽ ചില വ്യത്യാസങ്ങളൊക്കെ കണ്ടേക്കാം. അതുകൊണ്ട് അവയെ തെറ്റായി നമ്മൾ ധരിക്കരുത് എന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ സ്ക്രിപ്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്കുള്ളത്? ഒരു ദിവസം നമ്മൾ പറഞ്ഞതാണ്. ആർക്കെങ്കിലും അറിയാമോ സ്ക്രിപ്ചേഴ്സ്? മറന്നുപോയെല്ലാവരും. സ്ക്രിപ്ചേഴ്സ് ശ്രുതിയും സ്മൃതിയും. ഓർമ്മയുണ്ടോ? ശ്രുതി സ്മൃതി പുരാണാനാമാലയം കരുണാലയം എന്ന് പറയും. എന്തൊക്കെയാ ശ്രുതി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ശ്രുതി എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ശ്രുതി എന്തുകൊണ്ട്? കേട്ട് പഠിക്കേണ്ട അല്ലേ? ശ്രുതി ശ്രേയമായിട്ടുള്ളത്. സ്മൃതി എന്ന് പറഞ്ഞാലോ മലയാള വാക്കാ. സ്മൃതി ഓർമ്മയിൽ കൂടി കിട്ടേണ്ടത് അല്ലെ? ഓർമ്മയിൽ കൂടി കിട്ടേണ്ടത്. ശ്രുതി എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെയാണെന്ന് അറിയാമോ? വേദങ്ങള് അല്ലെ? ശ്രുതിയാണ്. കേട്ട് പഠിക്കേണ്ടതാണ് വേദങ്ങള്. ആ വേദങ്ങള് തന്നെ നമുക്ക് ഉപവേദമുണ്ട്, വേദാംഗങ്ങളുണ്ട്. ഇതൊക്കെയാണ് ശ്രുതി എന്ന് പറയുന്ന വേദങ്ങളെ, വേദാംഗങ്ങളെ, പിന്നെ ഉപവേദങ്ങളെ എന്ന് അപ്പൊ 3ആയിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്. വേദങ്ങൾ നമുക്ക് എത്ര ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം, ഞാൻ ചോദിക്കുന്നില്ല. ഏതൊക്കെയാണ് വേദങ്ങളെന്നും എല്ലാവർക്കും അറിയാം. ആ വേദങ്ങളെ നമ്മൾ 4ആക്കി തിരിച്ചിട്ടുണ്ട്. 4 ഭാഗങ്ങളുണ്ട്. വേദങ്ങൾക്ക് 4 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തേത് സംഹിത എന്ന് പറയും, അത് മന്ത്രങ്ങൾ മാത്രം. പിന്നെ രണ്ടാമത്തേത് ബ്രാഹ്മണങ്ങൾ എന്ന് പറയും. അതെന്താണ്? മന്ത്രത്തിന്റെ റിച്വൽ ആയിട്ടുള്ള ഭാഗമാണ് ബ്രാഹ്മണങ്ങള്. പിന്നെ ആരണ്യകങ്ങളുണ്ട്. ഓരോ മന്ത്രത്തിന്റെയും എക്സ്പ്ലനേഷൻ അതിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. മന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ ആ മന്ത്രത്തിന്റെ എക്സ്പ്ലനേഷൻസ് നമുക്ക് കിട്ടുന്നത് ആരണ്യകങ്ങൾ വഴിയാണ്. പിന്നെ ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ജ്ഞാനകാണ്ഡമാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. ബ്രാഹ്മണരുടെ ഫിലോസഫിയാണ് അതിൽ കൂടുതലായിട്ടും ഉള്ളത്. ഉപനിഷത്ത്, ഉപ എന്ന് വെച്ചാൽ നിയർ, അടുത്ത്. നീ എന്ന് പറഞ്ഞാൽ ഇരിക്കുക. ഷത്ത് എന്ന് പറഞ്ഞാൽ ഇരിക്കുക. ഉപ എന്ന് വെച്ചാൽ താഴെ. അപ്പൊ ഉപ എന്ന് വെച്ചാൽ അടുത്ത്, നീ എന്ന് പറഞ്ഞാൽ താഴെ, സത്ത് എന്ന് പറഞ്ഞാൽ ഇരിക്കുക. എന്തൊക്കെയാണ്? ഉപ അടുത്ത്, നീ എന്ന് പറഞ്ഞാൽ താഴെ, ഷത്ത് എന്ന് പറഞ്ഞാൽ ഇരിക്കുക. അപ്പൊ എന്താണ്? താഴെ, പിന്നെ അടുത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ഗുരുവിന്റെ അടുത്ത് താഴെ ഇരുന്നു കൊണ്ട് മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യങ്ങളാണ് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അത്രമാത്രം പ്രാധാന്യമുള്ള, അത്രമാത്രം പ്രയാസമേറിയ കാര്യങ്ങളാണ് ഉപനിഷത്തിൽ കൂടി. അപ്പൊ നമുക്ക് എത്ര ഉപനിഷത്തുണ്ട്? അതെല്ലാവർക്കും അറിയാമല്ലോ. 18 പുരാണങ്ങളും 108 ഉപനിഷത്തുക്കളും നമുക്ക് ഉണ്ട്. ഇനി അതിന്റെ കൂടെ വേദാംഗം ഉണ്ടെന്ന് പറഞ്ഞു. ഉപവേദം എന്ന് പറഞ്ഞാൽ അതിന് പകരം ധനുർവേദവും ആയുർവേദവും. എന്താ വെച്ചാൽ ഉപവേദം എന്ന് പറയുന്നത് നമ്മുടെ ആയുർവേദവും ധനുർവേദവും. പിന്നെ വേദാംഗം എന്ന് പറയുന്നത് റിച്വൽസിന്റെ ഡീറ്റെയിൽസ് പറയുന്ന കൽപ്പം എന്ന് പറയും.
ഈ പ്രൊനൗൺസിയേഷനൊക്കെ പറയുന്ന ശിക്ഷ എന്ന് പറയും. അതുപോലെ വ്യാകരണം, പിന്നെ നിരുക്തി, വാക്കുകൾ എങ്ങനെയാണ്, എറ്റിമോളജി ആയിട്ടുള്ള കാര്യങ്ങള്, ഛന്ദസ്, എത്ര മീറ്ററിലാണ് ഇപ്പം നമ്മള് അനുഷ്ഠിപ് ഛന്ദസ് എന്നൊക്കെ നമ്മള് ഭഗവത്ഗീത അനുഷ്ഠിപ്പിലാണ് എന്ന് പറയും മിക്ക ശ്ലോകങ്ങളെന്ന് പറയത്തില്ലേ, അതുപോലെ ഛന്ദസ്. പിന്നെ ജ്യോതിഷത്തെ കുറിച്ചും പഠിക്കുന്നത് വേദാംഗത്തിലാണ്. അപ്പം നമ്മള് വേദങ്ങളെ, ശ്രുതി വേദങ്ങളെ മൂന്നായി തിരിച്ചു. വേദങ്ങള്, ഉപവേദങ്ങള്, വേദാംഗങ്ങള്, ഇത് മൂന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി സ്മൃതി എന്ന് പറയുന്നത് ഓർമ്മയിൽ വെച്ചിരുന്ന്, സ്മൃതി എന്ന് വെച്ചാൽ ഒരു പലപ്പോഴും പല വേർഡ്സ് ഒക്കെ ചിലപ്പോൾ മാറിയാൽ പോലും സേജസ് ഇരുന്ന് പഠിച്ച് ഓർമ്മയിൽ നിന്ന് പഠിച്ചെടുക്കുന്നതാണ്. അപ്പം സൂത്രങ്ങളെ, തന്ത്രങ്ങളെ ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. എന്തിലെ? സ്മൃതിയിൽ വരുന്നതാണ്. അപ്പം സൂത്രം കൊണ്ട് സ്മൃതി കൊണ്ട് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് സ്രോതസൂത്രങ്ങൾ എന്ന് പറയും. അപ്പം പഞ്ചരാത്രം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, റിച്വൽസ് ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള്, തന്ത്രങ്ങള്, പുരാണങ്ങള്, ഇതിഹാസങ്ങള്, ഇത്രയൊക്കെയാണ് സ്മൃതി. സ്മൃതിയെ പലതായി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് സൂത്രങ്ങൾ എന്ന് പറയും. റിച്വൽസ് എങ്ങനെയാണ് നടത്തേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങള് വിശദീകരിക്കുന്നു. അടുത്തത് തന്ത്രങ്ങള്, പിന്നെ അടുത്തത് നമുക്ക് പുരാണങ്ങള്, ഇതിഹാസങ്ങള്, 6 ദർശനങ്ങൾ, ഇത്രയുമാണ് നമ്മൾക്ക് ഉള്ളത്. അപ്പം ശ്രുതിയും സ്മൃതിയും, അപ്പം അത് നമുക്ക് മനസ്സിലാകും. കേട്ട് പഠിക്കേണ്ടത് 1, മനസ്സിൽ വെച്ചിരുന്ന് ഓർമ്മിച്ചെടുക്കേണ്ടത് 1 എന്ന് പറയുന്നു. അപ്പം ഇതെല്ലാം ഇതെല്ലാം ഓരോ മഹർഷിമാരുടെ മനസ്സിൽ തോന്നിയത് അവര് കുറിച്ചിട്ടിരിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ വേദങ്ങളുടെ സംഹിത പറഞ്ഞു. സംഹിതയ്ക്ക് വേദങ്ങളുടെ ഫസ്റ്റ് പാർട്ടിനെ സംഹിത എന്ന് പറയും. അതുപോലെ വേദങ്ങളുടെ സെക്കൻഡ് പാർട്ടിനെ ബ്രാഹ്മണങ്ങൾ എന്ന് പറയുമെന്ന് പറഞ്ഞു. അതുപോലെ വേദത്തിന്റെ തേർഡ് പാർട്ടിനെ ആരണ്യകങ്ങൾ എന്ന് പറയും എന്നും പറഞ്ഞു. അപ്പൊ അത്രയും പ്രധാനമായിട്ടുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഉപനിഷത്ത് എന്താണ്? ഉപനിഷത്തിലാണ് നമുക്ക് മഹാവാക്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് മഹാവാക്യം? ആർക്കെങ്കിലും അറിയാമോ? ഏതെങ്കിലും മഹാവാക്യം അറിയാമോ? മഹാവാക്യങ്ങളെ നമുക്കെല്ലാം അറിയാം. എന്താണ്? ശബരിമല പോയിരിക്കട്ടെ, എല്ലാരും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു മഹാവാക്യം. എന്താണ്? അഹം ബ്രഹ്മാസ്മി. തത്വമസി, അഹം ബ്രഹ്മാസ്മി, അയമാത്മാ ബ്രഹ്മ. പിന്നെന്താണ്? സർവം ഖൽവമിദം ബ്രഹ്മ. പിന്നെ സോഹം. ഇങ്ങനെ പല മഹാവാക്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇത് എങ്ങനെയാ വേദങ്ങൾ വലിയ പ്രയാസമായി മനസ്സിലാക്കാൻ പ്രയാസമായപ്പോൾ വേദങ്ങളെ എങ്ങനെ മനസ്സിലാക്കണം, വേദങ്ങളെ എങ്ങനെ പഠിച്ചെടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കാനാണ് ഈ ഉപനിഷത്ത് ജ്ഞാനകാണ്ഡം പ്രത്യേകിച്ച് പ്രാധാന്യമായി. അന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യരില്ല അത് പഠിക്കുന്നതിന് വളരെ താല്പര്യമുള്ളവരായിരുന്നു, നമ്മളെപ്പോലെ ആയിരുന്നില്ല. അങ്ങനെ അവര് പഠിച്ചെടുത്തതാണ് ഉപനിഷത്ത് എന്നുള്ളത്. അതിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉപനിഷത്തുക്കളെ നമുക്കറിയാം. ഈശാകേന, അല്ലേ? ഈശാകേന, കഥാപ്രശ്ന, മുണ്ടക, മാണ്ഡോക്യ, തൈത്തരീയ, ചന്തോക്യ, ബൃഹദാരണ്യ, ശ്വേതാസുര. നമ്മുടെ ഭഗവത്ഗീത പഠിക്കുമ്പോ തന്നെ, അല്ലെങ്കിൽ ഭാഗവതം പഠിക്കുമ്പോ തന്നെ നമുക്ക് പ്രഭുപാദർ എത്ര ഉപനിഷത്തുക്കളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓരോന്നിലും പറഞ്ഞു തന്നിരിക്കുന്ന ഇതാണ്, ഇതെടുക്കുന്നത് ഇതാണ്. പുരാണങ്ങളെ കുറിച്ച് പത്മപുരാണമൊക്കെ അത് പറയുന്ന കൂട്ടത്തിൽ ഉപനിഷത്തുക്കളെ കുറിച്ചും അദ്ദേഹം നമുക്ക് അറിവ് തന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഉപനിഷത്തുകൾ. അപ്പൊ ഇപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കി? വേദങ്ങൾ പറഞ്ഞു, അല്ലെ? വേദങ്ങളെ പലതായി തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ്? ഉപനിഷത്തിനെ കുറിച്ച് പറഞ്ഞു. ജ്ഞാനത്തെ കുറിച്ച് പറയുന്നത്. പിന്നെ നമുക്ക് ഉപവേദങ്ങളുണ്ട്. അതുപോലെ ഗാന്ധർവ വേദങ്ങളുണ്ട്. മ്യൂസിക് ഡാൻസ് എന്നൊക്കെ പറയുന്നത് ഗാന്ധർവ വേദം എന്ന് പറയും. അതുപോലെ ആയുർവേദം, അത് നമുക്കറിയാം. സ്മൃതി എന്തൊക്കെയാണ്? സമയമായിട്ട്. സ്മൃതി എന്ന് പറയുന്നത് നമ്മുടെ ഇതിഹാസങ്ങള്, പുരാണങ്ങളെ, പഞ്ചരാത്രം, ഇതും എല്ലാം സ്മൃതിയിൽ വരുന്നവയാണ്. സ്മൃതി. ഇതിഹാസം ഏതൊക്കെയാണ്? നമുക്ക് 2 ഇതിഹാസമുള്ളത് ഏതൊക്കെയാണ്? രാമായണവും മഹാഭാരതം. രാമായണവും മഹാഭാരതവും. അതിന്റെ പ്രത്യേകത എന്താണ്? വംശചരിതമാണത്, അല്ലെ? ഇതിഹാസം എന്ന് വെച്ചാൽ അർത്ഥം ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നതാണ് ഇതിഹാസം എന്ന് പറയുന്നത്. അത് വംശചരിതമാണ്. അതുപോലെ പുരാണങ്ങളിലെ എല്ലാ ഓരോ
വംശങ്ങളുടെ ചരിതങ്ങളെ ഇങ്ങനെയാണ് സംഭവിച്ചത്, അതിലെ പോരായ്മകൾ എന്തൊക്കെയായിരുന്നു, അതിലെ നന്മകൾ എന്തൊക്കെയായിരുന്നു, അതിനെ മനസ്സിലാക്കിയിട്ട് അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളിക്കുന്നത്, ഏതെല്ലാമാണ് നമുക്ക് പ്രായോഗികമായിട്ടുള്ളത്, ഏതെല്ലാമാണ് പ്രായോഗികമല്ലാത്തത് എന്ന് കണ്ടുപിടിച്ച് മനുഷ്യന്റെ ജീവിതം നല്ലതാക്കി മാറ്റുന്നതിനുള്ളതാണ് ഈ വംശചരിതങ്ങൾ എന്ന് പറയുന്നത്. അപ്പം 18 പുരാണങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്രഹ്മപുരാണം, പത്മപുരാണം, വിഷ്ണുപുരാണം, ശിവപുരാണം, ഭാഗവതം, നാരായണ പുരാണം, മാർക്കണ്ഡേയ പുരാണം, ഭവിഷ്യപുരാണം, ബ്രഹ്മവൈവർത്തപുരം, ഇതെല്ലാം ശ്രീല പ്രഭുപാദർ പറഞ്ഞിട്ടുണ്ട്. ഇതിലൊക്കെ ഓരോ ഇത് ലിംഗപുരാണം ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ സ്കന്ദപുരാണം, അങ്ങനെ എത്ര ബ്രഹ്മാണ്ഡ പുരാണം, ഇതെല്ലാം 18 പുരാണങ്ങളും ഉണ്ട്. പിന്നെ ആ പുരാണങ്ങൾക്കപ്പുറം പിന്നെ എന്തുണ്ട്? ധർമ്മശാസ്ത്രങ്ങളുണ്ട്. ഈ ധർമ്മശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആചാരങ്ങൾ എങ്ങനെ നോക്കി നടത്തണം, വ്യവഹാരങ്ങൾ എങ്ങനെ നടത്തണം, കസ്റ്റംസ് എങ്ങനെ, ആചാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ രീതികൾ, കസ്റ്റംസ് എങ്ങനെയാണ്, വ്യവഹാരം എന്ന് വെച്ചാൽ നമ്മൾ നിയമപരമായിട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത്. അതിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? മനുസ്മൃതിയുണ്ട്, യാജ്ഞവൽക്യ സ്മൃതിയുണ്ട്, നാരദ പഞ്ചരാത്രമുണ്ട്, വിഷ്ണു പുരാണമുണ്ട്, ഇങ്ങനെ പലത് നമുക്ക് ഉണ്ട്. പിന്നെ നമ്മളെ തന്ത്രങ്ങളെ കുറിച്ചൊക്കെ പഠിക്കും, ആഗമങ്ങൾ, തന്ത്രങ്ങൾ, അതൊക്കെ നമ്മൾ പഠിക്കുന്നില്ല. നമ്മുടെ ഈ സനാതന ധർമ്മത്തിൽ ഇതെല്ലാം ഉണ്ട്. അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. ശൈവിസം, വൈഷ്ണവിസം, ശക്തിസം, അങ്ങനെ അതിനെ പലതായിട്ട് ഇങ്ങനെ ആചാര്യന്മാര് തിരിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ദർശനങ്ങൾ പലതുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും വൈശേഷിക, സാഖ്യയോഗം എല്ലാവരും കേട്ട് കാണും. സാഖ്യയോഗം, അതുപോലെ പൂർവമീമാംസ, ഉത്തരമീമാംസ, അങ്ങനെ പിന്നെ വരുന്നു. പിന്നെ അതിനെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് അദ്വൈതം, വിശിഷ്ടാദ്വൈതം, ദ്വൈതം, പിന്നെ എവിടെ വരുന്നു? അചിന്യ ഭേദാഭേദ തത്വം. അതാരുടേതാണ് അചിന്യ ഭേദാഭേദ തത്വം? മഹാപ്രഭുവിന്റെ. അപ്പൊ നമ്മള് അദ്വൈതത്തിൽ തുടങ്ങിയിട്ട് വിശിഷ്ടാദ്വൈതത്തിൽ വന്നിട്ട് ദ്വൈതത്തിൽ വന്നിട്ട് നമ്മൾ അതിന്റെ ഭേദാഭേദ തത്വത്തിലാണ് നമ്മുടെ ഒരു പരമ്പര നിൽക്കുന്നത്. ഇത്രയുമാണ്. ഇതേക്കുറിച്ച് ഒരുപാട് പറയാനുള്ളതാണ്. പക്ഷെ ഞാനതങ്ങ് ചുരുക്കി പറഞ്ഞ് സമയമില്ലാത്തത് കൊണ്ട്, സമയം കഴിഞ്ഞത് കൊണ്ട്. അപ്പൊ ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഹരേ കൃഷ്ണ. ശ്രുതിയും സ്മൃതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശ്രുതിയും സ്മൃതിയും തമ്മിലുള്ളത് ഞാൻ പറഞ്ഞു. ശ്രുതി എന്ന് പറഞ്ഞാൽ കേട്ട് പഠിക്കേണ്ടത് അല്ലേ? അപ്പൊ അതെന്താണ്? ഡീപ്പ് മെഡിറ്റേഷനിൽ മഹർഷിമാർക്ക് കിട്ടുന്ന സത്യങ്ങളാണ് ഈ ശ്രുതി എന്ന് പറയുന്നത്. അത് അവരെഴുതിയൊന്നും വെക്കത്തില്ലായിരുന്നു, അതെല്ലാം കേട്ടു പഠിക്കേണ്ടത് ആയിരുന്നു. പിന്നീട് ഇപ്പൊ ഈ കലിയുഗം വന്നപ്പോഴാണ് ഇതിനെല്ലാം എഴുത്തു വേണ്ടതായിട്ട് വന്നത്. നേരത്തെ ഇതൊന്നും എഴുതി വെക്കത്തില്ലായിരുന്നു. നമ്മളിപ്പം കൂടുതലൊന്നും പഠിച്ചില്ല. എന്തൊക്കെ പഠിച്ചു? ഒരു ശ്രുതിയെക്കുറിച്ചും സ്മൃതിയെക്കുറിച്ചും മാത്രമേ പഠിച്ചുള്ളൂ. ശ്രുതിയിൽ എന്തെല്ലാം പെടുന്നു, സ്മൃതിയിൽ എന്തെല്ലാം പെടുന്നു. സ്മൃതി എന്ന് പറയുന്ന ഭഗവാനാൽ ഇൻസ്പയർഡ് ആയിട്ട് മുനിമാർ എഴുതുന്നതിനെയാണ് സ്മൃതി എന്ന് പറയുന്നത്. അപ്പം ശ്രുതിയും സ്മൃതിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഭാഗവത ധർമ്മ 5 ഒന്നുമില്ലേ? അതൊന്ന് പറയാമോ? ഏത്? ഭാഗവതധർമ്മം അല്ലല്ലോ, ഞാൻ പറഞ്ഞില്ല. ഭാഗവതധർമ്മം എടുത്തില്ലല്ലോ മാതാജി ഞാന്. ഭാഗവതധർമ്മം 5 പ്രധാനം 5 ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഏത് ഭാഗവതധർമ്മം അല്ല ഞാൻ പറഞ്ഞത് മാതാജി. ഭാഗവതധർമ്മം ഞാൻ പറഞ്ഞില്ല. പിന്നെ മാതാജി ചോദിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. മധുരാവാസം. മധുര. അപ്പൊ ഭഗവാനെ അതല്ലേ മധുരാവാസം എന്ന് പറഞ്ഞാല് നമ്മൾ എവിടെയാണ് താമസിക്കേണ്ടത് എന്നുള്ളത് മധുരാവാസം. നമ്മള് അതൊന്ന് 5 ഒന്ന് പറയാമോ? ധർമ്മശാസ്ത്രങ്ങൾക്കനുസരിച്ചുള്ള ജീവിതം, അതല്ലേ ചോദിച്ചത് മാതാജി? അതല്ലേ ചോദിച്ചത് അല്ലേ? സാധുധർമ്മം, നാമ ഭഗവത് ധർമ്മം എന്നൊക്കെ പറഞ്ഞില്ലേ? ഭക്തിയുത സേവനങ്ങളാണ് ചോദിച്ചത്. എന്താ മാതാജി?
അത് ഭക്തിയുടെ സേവനത്തിൽ മാതാജി പറഞ്ഞതാ സാധു സംഘ ആ 5 കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ആദ്യം പറഞ്ഞ 5 കാര്യങ്ങൾ. വിഗ്രഹാരാധന, മധുരാവാസം, മധുരാവാസം, അത് അല്ലേ? പാരായണം, ഭാഗവത പാരായണം, പാരായണം, ഗുരുവിനെ അനുസരിക്കുക, അല്ലേ? അതല്ലേ ഉദ്ദേശിച്ചത്? ഗുരുവിനെ അനുസരിക്കുക. അതെ. ഒന്നാമത്തേത് എന്തായിരുന്നു? സാധു സാധു സംഘം. പിന്നെന്താണ് അടുത്തത്? നാമസംഗീതം, ഭാഗവത പാരായണം. പിന്നെന്താണ് അടുത്തത്? മധുരാവാസം, അർച്ചാവിഗ്രഹത്തെ ആരാധിക്കുക. അത് ഭാഗവതധർമ്മം മാത്രമല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യം. ഭാഗവതധർമ്മം ഒരുപാടുണ്ട്. അതനുസരിച്ച് ഹരേ കൃഷ്ണ മാതാജി. മാതാജി, ശരിക്കും ഡിവോഷണൽ സർവീസ് 9 ലിംസ് എന്നല്ലേ നമ്മൾ പറയുന്നത്? ശ്രവണം, കീർത്തനം, പിന്നെന്താ ഇത് 5 പറയുന്നത്? ഇത് നമ്മൾ അത്യാവശ്യമായി നമ്മുടെ ഗ്രഹത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം. അത് 9 ടൈപ്പ് ഓഫ് ഡിവോഷണൽ സർവീസ്. അത് വേറെ, ഇത് വേറെ. ഇതെന്താ 5 ടൈപ്സ്? 5 ടൈപ്സ്. നമ്മുടെ ഗ്രഹത്തിൽ നമ്മൾ എപ്പോഴും പുസ്തകം വായിക്കണ്ടേ, ഗുരുവിനെ അനുസരിക്കണ്ടേ. നമ്മൾ അതുപോലെ വെളിയിൽ നമുക്ക് പോകാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഗ്രഹത്തെ തന്നെ ഒരു മധുരയാക്കി മാറ്റുക, മധുരാവാസമാക്കി മാറ്റുക. നമ്മുടെ ഗ്രഹത്തിൽ തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക. അതുപോലെ ഭാഗവത പാരായണം എപ്പോഴും ഉണ്ടാകുക, ഗുരുക്കന്മാരെ അനുസരിക്കുക. ഇതൊക്കെ നമ്മുടെ ഗ്രഹത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. ഭാഗവതം വായിക്കണം ഡെയിലി, നിത്യം ഭാഗവത സേവയ എന്നുള്ളത്. ഭാഗവത ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അതിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഡൗട്ട് ആയിട്ടുള്ളതുണ്ടോ? നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ അതിന്റെ പോയിന്റ്സ് പറഞ്ഞു എന്നേ ഉള്ളൂ. അതെ പ്രത്യേകിച്ചും അതിലെന്തെങ്കിലും ഡൗട്ട് തോന്നിയോ ആർക്കെങ്കിലും? ബ്രാഹ്മണരെ, ക്ഷത്രിയരെ, വൈശ്യരെ, ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 5 കാര്യങ്ങള് ഭക്തിരസാമൃത സിന്ധുവിൽ നമ്മൾ ചെയ്യേണ്ട, സാധന ഭക്തിയിൽ ചെയ്യേണ്ട 64 കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ഇത് പറയുന്നുണ്ട്. ഭാഗവതധർമ്മം അല്ല, ഭാഗവതധർമ്മം പിന്നെയും വരികയാണ്. ഒരുപാട് അതെ. പിന്നെ വേറെ എന്താ? ദേവർഷി വിപ്രഷിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ദേവർഷി, വിപ്രഷി അവരെല്ലാവരും എന്താണ്? ഋഷിമാരാണ് മാതാജി. വിപ്രന്മാരെന്ന് വെച്ചാൽ ബ്രാഹ്മണരായിരിക്കും. മറ്റവർക്ക് ബ്രാഹ്മണരായിരിക്കണമെന്ന് നിർബന്ധമില്ല. ബ്രാഹ്മണ സ്വഭാവത്തോടു കൂടി. ശരി മാതാജി, ഓക്കെ. നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്കറിയാം. എല്ലാവർക്കും ഡൗട്ട് ആയിരിക്കും, ഒന്നും മനസ്സിലാവാതെ കാണത്തില്ല. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാജി. ഹരേ കൃഷ്ണ. നമുക്ക് നിർത്താം മാതാജി. ആർക്കും ഡൗട്ട് ഇല്ലെങ്കിൽ ഹരേ കൃഷ്ണ. ഓക്കെ മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. വളരെ നന്ദി മാജി. നല്ല ക്ലാസ് ആയിരുന്നു. നന്ദി മാജി. ധന്യവാദ് മാജി. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യട്ടെ മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ.